നിമിഷങ്ങളിലും നിങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണത്. ബെസൈദ കുളം. ഞാൻ ആദ്യമേ തന്നെ ആ കുളം നിർമ്മിക്കുകയാണ്. ഇവിടെ ഒരു 3 പേര് പുരുഷന്മാരുടെ ഭാഗത്ത്. രാജീവറാണോ? അവിടെ നിൽക്കുക, ഫ്രണ്ടിൽ നിൽക്കുക. അവിടെ നിന്ന് അവിടെ ഒന്ന് ഭിത്തിരി എഴുതുന്നു. ചോയ്ബുദർ സെൻട്രലിൽ നിൽക്കുക, അങ്ങേയറ്റം സെൻട്രൽ. കർത്താവിൻ്റെ അഭിഷേകം ദൈവമേ ഈ ചുവരുകൾക്കുള്ളിൽ ഇത് മുഴുവനും നിങ്ങൾ കൈ ഉയർത്തിപ്പിടിച്ചു. ഈ ഓഡിറ്റോറിയം മുഴുവൻ ഇതിൻ്റെ ചുവരുകൾ, അതിൻ്റെ അതിരുകളാണ്. ബെസൈദ കുളം ഇവിടെ സ്ഥാപിക്കപ്പെടട്ടെ. ആമേൻ. ഇവിടെ സ്ഥാപിക്കപ്പെടട്ടെ. ഈ സ്റ്റേജ് വരെയും സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. സ്തോത്രമാകത്തും. ഈ കുളത്തിനുള്ളിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ വീര്യപ്പെടുത്തി സംഭവിക്കട്ടെ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഗ്ലോറി, ഹല്ലേലൂയ. ഗ്ലോറി. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം, നന്ദി, മഹത്വം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇരുന്ന് കൊള്ളുക. നമ്മൾ ബെസായിലേക്ക് പോവുകയാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനം. ബുക്ക് ഓഫ് ജോൺ 5:1. യോഹന്നാൻ 5:1. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ ബെസൈദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളവാദക്കാരുമായ അനേക രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവനോട് കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശുവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ചു, കിടക്കയെടുത്ത് നടന്നു. അന്ന് ശബ്ബത്തായിരുന്നു. ഹല്ലേലൂയ. യേശു ജെറുസലേമിൽ അജകവാടം എന്ന് വിളിക്കപ്പെടുന്ന അതിനടുത്തൊരു കുളമുണ്ട്. എബ്രായ ഭാഷയിൽ പറയുന്നത് ബെസൈദ എന്നാണ്. ബെസൈദ വാക്കിൻ്റെ അർത്ഥം ദ പൂൾ ഓഫ് മേഴ്സി, കരുണയുടെ കുളം എന്നാണ് പറയപ്പെടുന്നത് ഇബ്രു ഭാഷയിൽ. അത് കരുണയുടെ കുളം. കാരണം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ POC ബൈബിളാണ് അതിനായിട്ട് ഫുട്നോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കുളത്തിൽ ഇടയ്ക്കിടയ്ക്കൊരു മാലാഖ വരും. ഒരു ദൂതൻ വന്ന് കുളത്തിൽ വെള്ളം ഇളക്കും. ഈ വെള്ളം ഇളകുമ്പോൾ ആര് ആദ്യം വെള്ളത്തിൽ ഇറങ്ങുന്നുവോ അവർക്ക് സൗഖ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. നോക്കണമേ, ദൈവത്തിൻ്റെ കാരുണ്യം. മനുഷ്യനെ സുഖപ്പെടുത്താൻ ലോകത്തിലെ സംവിധാനങ്ങൾ സാധ്യമല്ലാതിരിക്കെ, ആ കാലഘട്ടങ്ങളിൽ മറ്റു പ്രവാചകന്മാരൊന്നും ഇല്ലാതിരിക്കെ, ദൈവമായ കർത്താവ് മനുഷ്യരുടെ കരുണയാൽ സുഖം പ്രാപിക്കാൻ വേണ്ടി ഒരുക്കി കൊടുത്തതാണ് ഈ ബെസൈദ കുളം. അത് ഇന്നും അവിടെ ഉണ്ട്. ആ കുളം ഇന്നും ഉണ്ട്. അപ്പോൾ ഈ കുളത്തെക്കുറിച്ച് പറയുകയാണ്. ഇതിന് 5 മണ്ഡപങ്ങളുണ്ട്, 5 ഓഡിറ്റോറിയങ്ങളുണ്ട്. ഇത് നിറയെ രോഗികളാണ്. 3 കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. 3 കൂട്ടം രോഗികൾ അവിടെ ഉള്ളത്. കുരുടര്, മുടന്തര്, തളവാദ രോഗികൾ. കുരുടര്, മുടന്തര്, തളവാദ രോഗികൾ. അതായത് 3 കൂട്ടരും ഒരു തരത്തിലും സുഖപ്പെടാൻ പറ്റാത്തവരാണ്. ഒന്ന് കുരുടരാണ്, അന്ധന്മാരാണ്, കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ്. മറ്റൊരു കൂട്ടരും മുടന്തന്മാരാണ്, നടക്കാൻ ശേഷിയില്ലാത്തവരാണ്. ഇനിയൊരു കൂട്ടം തളർവാദ രോഗികളാണ്. നോക്കണമേ, ഒരു ശേഷിയുമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യര് ഈ 5 മണ്ഡപങ്ങൾ നിറയെ കിടക്കുന്ന രോഗികളാണ്. 100 കണക്കിന് ആൾക്കാരുണ്ട്. എന്തിനാ ഇവരുടെ കാത്തു കിടക്കുന്നത്? ചില സമയങ്ങളിൽ സ്വർഗത്തിൽ നിന്നും ദൈവം യഹോവേ തൻ്റെ ദൂതനെ അയക്കും. ആ ദൂതൻ വന്ന് ഈ കുളത്തിലെ വെള്ളം ഇളക്കും. ഈ വെള്ളം ഇളക്കുമ്പോൾ ആര് ആദ്യം വെള്ളത്തിൽ ഇറങ്ങുന്നുവോ അവന് സൗഖ്യമുണ്ടായിരുന്നു. ഈ ഫുട്നോട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് ഇളക്കം പ്രതീക്ഷിച്ചുകൊണ്ട്
കിടന്നിരുന്നുവെന്ന് 3 വാക്യത്തിൽ ഭാഗമായും, എന്തെന്നാൽ കർത്താവിൻ്റെ ദൂതൻ ചില അവസരങ്ങളിൽ കുളത്തിലിറങ്ങി വെള്ളം ഇളക്കുമായിരുന്നു. വെള്ളം ഇളകിക്കഴിഞ്ഞ് ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധിയിൽ നിന്നും സുഖം പ്രാപിക്കുമായിരുന്നെന്നും 4 വാക്യമായും ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നു. നമ്മുടെ ബൈബിളിൽ 4 വാക്യം ഇല്ല, 3 കഴിഞ്ഞ് 5 നമ്മുടെ ബൈബിൾ കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിച്ച് കാണാൻ പറ്റും. പക്ഷെ 4 വാക്യമായിട്ട് അടിയിൽ കൊടുത്തിരിക്കുകയാണ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ചില അവസരങ്ങളിൽ വെള്ളം ഇളക്കുമായിരുന്നു. വെള്ളം ഇളകിക്കഴിഞ്ഞ് ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധിയിൽ നിന്നും സുഖം പ്രാപിക്കുമായിരുന്നു 4 വാക്യമായി. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 4 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ആദ്യം വെള്ളം ഇളക്കുമ്പോൾ ആരാദ്യം വെള്ളത്തിൽ ഇറങ്ങുന്നുവോ അവൻ സുഖം പ്രാപിച്ചിരുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ സംവിധാനം അവിടെ വെച്ചത്? ഞാൻ ആദ്യം പറഞ്ഞു, സുഖപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ കാരുണ്യമാണ്. കാരണം അവിടുന്ന് മോശ വഴി പറഞ്ഞൊരു വചനമുണ്ട്, ബുക്ക് ഓഫ് എക്സോഡസ്, പുറപ്പാട് പുസ്തകം 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ്, രോഗിയാക്കുന്ന കർത്താവല്ല. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ ചട്ടങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ ഒരു മഹാമാരിയും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് രോഗങ്ങൾ ദൈവം തന്നിട്ടില്ല. നമ്മുടെ രോഗങ്ങളുടെ പുറകിൽ ദൈവമേ ഇല്ല. അവിടെ പറയും, നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ. ഒരു കുഷ്ഠരോഗി എന്തിന് ഫ്രഷ് കലിപ്പിക്കട്ടെ? കുഷ്ഠരോഗി യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവനവിടെ വഴിക്കൊണ്ട് യേശു പറയുകയാണ്, യേശുവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു എന്നാ മറുപടി പറഞ്ഞത്, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് ശുദ്ധി വരട്ടെ. അവനെ തൊട്ട് സുഖപ്പെടുത്തുകയാണ്. അപ്പം ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കണം. ശാരീരികമായും മാനസികമായും നമുക്ക് ആരോഗ്യം ഉണ്ടാകണം. ദൈവത്തിൻ്റെ ആഗ്രഹവും പദ്ധതിയുമാണത്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ രോഗികളായി മാറിയത്? അതിന് കാരണം നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പിതാക്കന്മാർ ചെയ്തു പോയ പാപങ്ങളിലൂടെ അതുതന്നെയാണ് കാരണം. അവർ ചെയ്തു പോയ പ്രമാണ ലംഘനങ്ങൾ, അനുസരണക്കേടുകൾ. ആദം അനുസരണക്കേട് കാണിച്ചപ്പോൾ ആദത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഔവ്വായ്ക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അവരെ ദൈവം ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ദൈവം ആദത്തോട് പറഞ്ഞിരുന്നു, നീ ആ മരത്തിൽ നിന്നും അത് ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ നീ മരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അവൻ ഭക്ഷിച്ചു, അവൻ ദൈവത്തിന് മുമ്പിൽ മരിച്ചവനായിട്ട് മാറി. ദൈവമായുള്ള ബന്ധം അവന് നഷ്ടപ്പെട്ടു. 930 വർഷം ആദം ഈ ഭൂമിയിൽ വീണ്ടും ജീവിച്ചു. ദൈവം മരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അവൻ ശരീരത്തിൽ മരിച്ചില്ല, മറിച്ച് ദൈവമായുള്ള അവൻ്റെ ബന്ധം മുറിക്കപ്പെട്ടു പോയി. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, 930 വർഷം ജീവിച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആത്മാവ് പോയത് പാതാളത്തിൽ, നരകത്തിലേക്കാണ് പോയത്. അവൻ സ്വർഗത്തിലേക്കല്ല പോയത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ആർട്ടിക്കിൾ 5 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യേശു കുരിശിൽ മരിച്ച ആത്മാവിൽ നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതോട് പറയുന്നു, അവോട് പറയുന്നു, ഞാൻ നിന്നെ സൃഷ്ടിച്ചത് ഈ നരകത്തിൽ ഒരു അടിമയായിരിക്കാൻ വേണ്ടിയിട്ടല്ല, ഉറങ്ങുന്നവനെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് യേശു ആദമനെ അവയെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ഭാഗം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം വകുപ്പ് 5 അവസാനത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യേശു ആദ്യത്തെ ജോഡിയോട് ചെല്ലുകയാണ്. അവൻ നഷ്ടപ്പെട്ടു പോയിരുന്നു, മരിച്ചുകൂടെ, ദൈവത്തിന് മുമ്പിൽ മരിച്ചവനായിട്ട് മാറി. നമ്മുടെ പിതാക്കന്മാർ അനേകരും മരിച്ചവരാണ്. ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഒന്ന് മരിച്ചവര്, 2 ഉറങ്ങുന്നവർ, 2 കൂട്ടരുണ്ട്. മരിച്ചവരെന്ന് പറയുന്നത് അവർ ദൈവവുമായി ബന്ധം നഷ്ടപ്പെട്ടു പോയവരാണ്. മരിച്ചതിന് ശേഷം ആ ബന്ധം നഷ്ടപ്പെട്ടു പോയവർ. ഈ ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരിച്ചവരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവമായിട്ട് ബന്ധമില്ലാത്തവർ മരിച്ചവരാണ്. ശരീരം കൊണ്ട് മരിച്ചവരല്ല, ദൈവമായുള്ള ബന്ധത്തിൽ അവർ നഷ്ടപ്പെട്ടു പോയവർ. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, അവരെക്കുറിച്ച് പറയുക ഉറങ്ങുന്നവർ. യേശു പറഞ്ഞു, ലാസർ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു, ആ ബാലിക ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. അവരെ മരിച്ചവരല്ല എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ നഷ്ടപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ അനേകർ മരിച്ചവരാണ്, ദൈവത്തിന് നഷ്ടപ്പെട്ടവരാണ്. ആ മരിച്ചവര് ദൈവത്തിന് നഷ്ടപ്പെട്ട് അവർ ചെന്നുപെട്ടത് സാധാരണ അടിമത്തത്തിലാണ്. അവർ നഷ്ടപ്പെട്ട ആത്മാക്കളായി അശുദ്ധാത്മാക്കളായിട്ട് മാറി. ബൈബിളിലെ അശുദ്ധാത്മാക്കൾ നമ്മുടെ തലമുറകൾ, നമ്മുടെ പിതാക്കന്മാരാണ്. നഷ്ടപ്പെട്ട ആത്മാക്കളാണ്, മനുഷ്യ ആത്മാക്കളാണ്.
അവർ പിശാചികളല്ല, പക്ഷെ അവർ ദുഷ്ടാരൂപികൾ. കാരണം അവരുടെ മേൽ പുരാതന സർപ്പത്തിൻ്റെ ഭരണം ആധിപത്യമാണ്. പിശാച് അവർക്ക് അവൻ്റെ ഛായ സദൃശ്യം കൊടുത്ത് തൻ്റെ രാജ്യം വളർത്താൻ വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ്. നമ്മുടെ തന്നെ സ്വന്തം കുടുംബങ്ങളിൽ, നമ്മുടെ തന്നെ ഭവനങ്ങളിൽ നമ്മളെ ഞെരുക്കുന്ന, പീഡിപ്പിക്കുന്ന നമ്മുടെ പിതാക്കന്മാരുണ്ട് എന്നറിയണം. കാരണം അവർക്ക് സുബോധമില്ല. അവർ സാധാരണ അടിമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അവിടെ ബന്ധങ്ങളില്ല. ഭാര്യയെന്നോ ഭർത്താവെന്നോ മക്കളെന്നോ അപ്പനമ്മ ഒരു ബന്ധവർക്കില്ല. അവർ അന്ധന്മാരാണ്, പിശാചിൻ്റെ അടിമത്തിൽ കിടക്കുന്നു. അവർ കുടുംബങ്ങളെ നശിപ്പിക്കുകയാണ്, മക്കളെ നശിപ്പിക്കുകയാണ്. ഇന്ന് കുടുംബങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള, ഇന്നെന്നല്ല ഇന്ന് അത് സംഭവിക്കാൻ ഇടവരും. കാരണം ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും വൈലിക്കേണ്ട ഡോക്ടർ പറയും, അബോർട്ട് ചെയ്യാൻ പറയും, നശിപ്പിച്ച് കളയും. പക്ഷെ കഴിഞ്ഞു പോയ ഒരു കാലം വരെയും എത്രയോ കുഞ്ഞുങ്ങൾ ജനിച്ചു. കാരണം മനുഷ്യന് ഭയമായിരുന്നു അബോർഷൻ നടത്തിയിട്ടില്ല. കുഞ്ഞുങ്ങൾ ജനിച്ചു, അവർ പലപ്പോഴും മന്ദബുദ്ധികളായിട്ട് മാറി, ഓട്ടിസം ബാധിതരായിട്ട് മാറി, മനോരോഗികളായിട്ട് മാറി, അപസ്മാരബാധിതരായിട്ട് മാറി. ഈ അടുത്ത കാലത്താണ് ഒരു കുഞ്ഞ് കണ്ണൂരിൽ ആലക്കോട് എന്ന പ്രദേശത്തുള്ള ഒരു കുടുംബത്തിൽ 6 വയസ്സുള്ള ഒരു റോബിൻ എന്നൊരു കുഞ്ഞ് പെട്ടെന്ന് പനി വന്നു. ഡോക്ടർമാർ പറഞ്ഞു എന്തോ വൈറസ് അറ്റാക്കാണ്. അവിടുന്ന് ആ കുഞ്ഞിനെ അവർ കോഴിക്കോട് കൊണ്ടുപോയി അവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ. ഇന്നലെയാണ് ആ കുഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വരുന്നത്. ആ കുഞ്ഞിന് യാതൊരു ബോധവുമില്ല. ഡോക്ടർമാർ പറഞ്ഞു ഒരു രക്ഷയുമില്ല, കുഞ്ഞ് കോമയിലാണ്, കുഞ്ഞിൻ്റെ പിതാവ് പുറത്താണ്, എല്ലാം അറിയിക്കാൻ പറഞ്ഞു. ആ സമയത്താണ് ആ കുഞ്ഞിൻ്റെ വല്യമ്മ എന്നെ വിളിക്കുകയാണ്, നിങ്ങളുടെ കൊച്ചുമകൻ ഈ അവസ്ഥയിൽ കിടക്കുകയാണ്, യാതൊരു ബോധവുമില്ല, ഹൃദയമിടിപ്പ് മാത്രമേ ഉള്ളൂ, രക്ഷപ്പെടുത്തുക ദുഷ്കരമാണെന്ന് ഡോക്ടർ പറയുന്നു, ഞങ്ങളുടെ കുഞ്ഞിനെ വേണം, കൂടുതൽ പ്രാർത്ഥിക്കണം. മനുഷ്യ നിങ്ങൾ ആരാണ്? ഞാൻ പണ്ട് വന്നിട്ടുണ്ട്, അവിടെ ധ്യാനം കൂടിയിട്ടുണ്ട്. ഇപ്പോഴോ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ വന്നിട്ടില്ല. പ്രശ്നങ്ങൾ കാരണം ഞാൻ വന്നിട്ടില്ല, ഭയന്ന് മാറിയതാണ്. പക്ഷെ ആ മകൾക്ക് വേണ്ടി കൂട്ടായ്മയിലെ പലരും എന്നെ വിളിച്ചു, എനിക്ക് മെസ്സേജ് അയച്ചു, അതേ ആ കുടുംബത്തിനോട് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് അമ്മേനെ വിളിക്കുന്നത്, ആ വല്യമ്മ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, സ്പിരിറ്റിൻ്റെ അഭിഷേകത്തിൽ. മരിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞ കുഞ്ഞ് മരിച്ചില്ല, അതിന് പല ട്രീറ്റ്മെൻറ്റുകൾ അവരെടുത്തു. എനിക്കൊന്നൊരു 2-3 ആഴ്ച അവർ ആ കുഞ്ഞ് ഹോസ്പിറ്റലായിരുന്നു. ഇന്നലെ ആ വല്യമ്മയുടെ ഒരു ഓഡിയോ മെസ്സേജ് വന്നിട്ടുണ്ട്, കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തു, കുഞ്ഞ് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. മരണത്തിലേക്ക് പോയ ഒരു കുഞ്ഞാണത്. ഇതുപോലെ എത്രയോ കുഞ്ഞുങ്ങളാണ് അജ്ഞാതമായ രോഗത്താൽ അവർ ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പലവിധ രോഗങ്ങൾ ബാധിച്ച് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് വളരെ കുറവാണ്, വാസ്തവത്തിൽ പറഞ്ഞാൽ. കാരണം നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ മറ്റു രാജ്യങ്ങൾ, യൂറോപ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നശിപ്പിച്ച് കളയുകയാണ്. അവർ ജീവിക്കാൻ അനുവദിക്കത്തില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഉറവിടങ്ങൾ എന്തുകൊണ്ട് ഒരു മാതൃഗർഭത്തിൽ ഉരുവായൊരു കുഞ്ഞ് രോഗിയായിട്ട് മാറുന്നു, എന്തുകൊണ്ടത് മാനവ രോഗിയായിട്ട് മാറുന്നു, എന്തുകൊണ്ട് അതിന് അംഗവൈകല്യം സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഓട്ടിസത്തിനെ ബാധിക്കുന്നു. അത് വെറുതെ നമ്മളൊരു ന്യായീകരണം പറയില്ല, അത് അപ്പൻ്റെ അമ്മയുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവുമില്ല. ഒരുപക്ഷെ അപ്പനും അമ്മയും വിശുദ്ധമായിട്ട് ജീവിക്കുന്നവരായിരിക്കാം, എന്നിട്ടും ആ കുഞ്ഞ് ബന്ധിക്കപ്പെടുന്നു. നമ്മൾ പഠിപ്പിക്കുന്നതാണ്, സ്പിരിറ്റ്സ് പഠിപ്പിക്കുന്നതാണ്, അതിൻ്റെ വേരുകൾ തലമുറകളിലാണ്, പിതാക്കന്മാരുടെ പാവം. അതിലൂടെയാണ് ആ കുഞ്ഞ് ആക്രമിക്കപ്പെട്ടത്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സുഖപ്പെടുന്ന കർത്താവാണ്, ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരിയും നിന്റെ മേൽ വരുത്തുകയില്ല, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഇത് കർത്താവിൻ്റെ ഗ്യാരണ്ടിയാണ്. ഈ സൗഖ്യം നമ്മൾ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ നാം ജീവിക്കേണ്ട ദൈവത്തിൻ്റെ വചനത്തിലാണ്. വചനപ്രകാരം നമ്മൾ ജീവിക്കണം. ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചാൽ നമ്മുടെ ഒരു തിന്മയ്ക്കും ഇടമുണ്ടാകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശാപത്തും നമ്മൾ തൊടാൻ പറ്റില്ല. സ്പിരിറ്റിസ്റ്റുകളെ ശക്തമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു, ശാപങ്ങളുണ്ട്, ശാപത്തിൻ്റെ ഉറവിടങ്ങൾ പിതാക്കന്മാരാണ്. ഇന്ന് ഞാൻ ശാപത്തിൽ ഞാൻ മോചിതനാകണമെങ്കിൽ എൻ്റെ പിതാക്കന്മാർ രക്ഷ പ്രാപിക്കണം. ഇത് നമ്മൾ ശക്തമായിട്ട് പഠിപ്പിച്ച കാര്യങ്ങളാണ്. പക്ഷേ മറുപക്ഷ സഭ പറഞ്ഞു ശാപങ്ങളില്ല, പിതാക്കന്മാരുടെ പാപങ്ങൾ നമ്മൾ ഏൽക്കില്ല. അതുകൊണ്ട് ആ പഠനം തെറ്റാണെന്ന് പറഞ്ഞു. അത് തെറ്റാണ് എങ്കിൽ ശരി അവർ പറയണം. എന്താണ് ശരി? ഒറ്റ ഉത്തര ചോദ്യമുള്ളൂ, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നു?
എന്തുകൊണ്ട് അനേക രാജ്യങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യാൻ ഗവൺമെൻറ് നിയമം പാസ്സാക്കിയിരിക്കുന്നു? ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് നല്ല ആരോഗ്യം ഉണ്ടാകണം. ഹല്ലേലൂയ. അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നത് ഇതുങ്ങൾക്കൊരു നല്ല കുഞ്ഞ് ജനിക്കണം, രോഗി ഉണ്ടാകാൻ വേണ്ടിയല്ല അവർ ആഗ്രഹിക്കുക. പക്ഷേ അവർ ആക്രമിക്കപ്പെടുന്നു. അതിൻ്റെ ഉറവിടമാണ് പിതാക്കന്മാർ ചെയ്തു പോയ പാപങ്ങൾ. ഗലാത്യലേഖനം 3:13 വചനമുണ്ട്, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെടാനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. എന്നിട്ട് പറയാം, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെടാനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഹല്ലേലൂയ. യേശു മരത്തിൽ തൂക്കപ്പെട്ട് ശപിക്കപ്പെടാനായി തീർന്നു. അങ്ങനെ ശപിക്കപ്പെടാനായി തീർന്നുകൊണ്ട് നമ്മെ നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞ്, നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചത് വെറും ശാപത്തിൽ നിന്നല്ല, പിന്നെയോ നിയമത്തിൻ്റെ ശാപം. നിയമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമമാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളാണ്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളാണ്. അതായത് ഈ കൽപ്പനകൾ വഴി വന്ന ശാപത്തിൽ നിന്നാണ് യേശു നമ്മെ രക്ഷിച്ചത് അർത്ഥം. ഈ കൽപ്പന വഴി എങ്ങനെ ശാപങ്ങൾ വന്നു? ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനൊരു പാപം ചെയ്യുമ്പോൾ അത് അവന് ശാപമല്ല, അവന് പാപമാണത്. പക്ഷെ ആ പാപം ചെയ്ത മനുഷ്യൻ ആ പാപത്തിലാണ് മരിക്കുന്നതെങ്കിൽ അവൻ ചെയ്തു പോയ പാപം പുറപ്പെടുത്തി അവൻ്റെ മക്കളുടെ മേൽ 2 എഫക്റ്റാണ്. ഒന്ന്, അത് പാപമായി മക്കളുടെ മേൽ ചെല്ലും. 2, അത് ശാപമായിട്ട് മാറും. ശാപം എന്ന് പറയുന്നത് ദൈവത്തിന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റാത്ത തടസ്സങ്ങളാണ്. ഒന്നുകൂടെ പറയട്ടെ, ദൈവാനുഗ്രഹം തടസ്സപ്പെടുത്തുന്ന അശുദ്ധാത്മാക്കളുടെ പ്രവൃത്തികളാണ് ശാപങ്ങൾ. ദൈവാനുഗ്രഹം തടസ്സപ്പെടുത്തുന്ന അശുദ്ധാത്മാക്കളുടെ പ്രവൃത്തികളാണ് ശാപങ്ങൾ. കാരണം ദൈവാനുഗ്രഹം തടസ്സപ്പെടുത്തുന്നത് അശുദ്ധാത്മാക്കളാണ്. കർത്താവ് ദൈവം അബ്രാഹത്തെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെ നമുക്ക് ഉടമ്പടിയായിട്ട് നൽകി. യേശു ക്രിസ്തുവിലൂടെ ആ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മളെ അർഹരാക്കി മാറ്റി. അതുകൊണ്ടാണ് ഗലാത്യർ 3:14 പറഞ്ഞിട്ടുണ്ട്, അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതിയിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതിയിലേക്കും വ്യാപിക്കണം. ആരാണ് വിജാതിയർ? നമ്മളൊക്കെ വിജാതിയരായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ വിജാതിയരായിരുന്നു. അങ്ങനെ ലോകത്തിലുള്ള സകല വിജാതിയർ, സ്വജാതിയർ എന്ന് പറഞ്ഞ യഹൂദന്മാരാണ്. അപ്പോൾ ലോകത്തിലുള്ള സകല വിജാതിയർക്കും രക്ഷ ലഭിക്കണം. അപ്പോൾ അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം അവർക്ക് ലഭിക്കണം. ദൈവം അബ്രാഹത്തെ ഉയർത്തി സമ്പന്നനാക്കി മാറ്റി, കോടീശ്വരനാക്കി മാറ്റി. വലിയ ഒരു രാജ്യം തന്നെ അവൻ അവകാശം കൊടുത്തു. ഒരു കാലത്ത് അവൻ വലിയ സമ്പന്നനായിരുന്നു. അബ്രാഹവും ഇസ്ഹാക്കും യാക്കോവും. അബ്രാഹത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇസ്ഹാക്കിലേക്ക് വന്നു, ഇസ്ഹാക്കിനും അനുഗ്രഹം കിട്ടി, അത് യാക്കോബിലേക്ക് വന്നു, യാക്കോബിന് അനുഗ്രഹം കിട്ടി ദൈവത്തിൽ നിന്ന്. യാക്കോബിലൂടെ ഒരു വലിയ വംശമുണ്ടായി, 12 ഇസ്രായേൽ ഗോത്രങ്ങളുണ്ടായി, ഇസ്രായേലിൻ്റെ രാജ്യമുണ്ടായി. ഒരു വലിയ വംശം, ദൈവത്തിൻ്റെ സ്വന്തം ഒരു ജനത ദൈവം വളർത്തിയെടുത്തു. അപ്പോൾ അവർക്ക് മൂവർക്കും കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഭൗതികമായ അനുഗ്രഹങ്ങൾ ഈ തലമുറയിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും ലഭിക്കണം എന്ന് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. കാരണം മരുഭൂമിയിൽ യേശു ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കടന്നു പിശാച്, അവിടെ വചനം പറഞ്ഞിട്ടുണ്ട്, സാത്താൻ യേശുവിനെ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സത്യം പറയാണ്, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നീ എന്നെ ആരാധിച്ചതൊക്കെ നിന്റേതാകും. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് കൊടുക്കുന്നു. ശ്രദ്ധിക്കണം, സാത്താൻ പറഞ്ഞ വാക്ക് ഇത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന വചനമാണ്. സൃഷ്ടാവായ ദൈവത്തോട് പിശാച് പറയാണ്, ഈ രാജ്യത്തെ ലോകത്തിലുള്ള എല്ലാം എൻ്റേതാണ്, എല്ലാം എൻ്റേതാണ്. അത് ദൈവം തന്നെ മക്കൾക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചത് മുഴുവൻ പിശാച് കൊള്ളയടിച്ചു നടത്തും. സമ്പത്ത് മുഴുവൻ കൈക്കലാക്കി, എല്ലാം അവൻ്റെ കയ്യിലായി. അവൻ യേശുവിനെ പറയാം, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചതില്ല, നിനക്ക് ഞാൻ തരാം. എന്നിട്ട് കൂടെ പറഞ്ഞു, എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനത് കൊടുക്കും. അപ്പോൾ പിശാചിലൂടെ അവൻ്റെ ഇഷ്ടം വഴി വന്നിട്ടുള്ള സാമ്പത്തികമായ നേട്ടങ്ങൾ പലർക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യർ ബ്ലാക്ക് മാസിനൊക്കെ പുറകെ പോകുന്നത്, പിശാചിനെ ആരാധിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ കിട്ടുന്ന സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, നൈമിഷിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നശിപ്പിക്കുകയാണ്, കുടുംബങ്ങൾ നശിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ദൈവം ആദ്യത്തിന് കൊടുത്ത അനുഗ്രഹങ്ങൾ ആദ്യം തന്നെ സാത്താൻ കവർന്നെടുത്തു, ഭൂമിയുടെ മേൽ അവൻ അവകാശം കൊണ്ടുപോന്നു. പിന്നീട് അതുകൊണ്ട് ദൈവം അബ്രാഹത്തെ ഉയർത്തി നീതിമാനായി, വിശ്വാസ പിതാവ് അബ്രാഹാം അവന് വാഗ്ദാനം കൊടുത്തു, നിന്നിലൂടെ ഭൂമിയിലെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി വഴി അനുഗ്രഹിക്കപ്പെടും.
വാഗ്ദാനം കൊടുത്തു. എല്ലാ നന്മകളും നേട്ടങ്ങളും അബ്രഹാത്തിന് ലഭിച്ചു, ഇസ്ഹാക്കിന് യാക്കോബിന് കിട്ടി. അത് നഷ്ടപ്പെടുത്തിയതിന് പകരം തൻ്റെ മക്കള്, തൻ്റെ ജനം ദരിദ്രം അനുഭവിച്ച് കഷ്ടപ്പെടരുത്, അവർ പ്രാർത്ഥിച്ച് യഹോവയിലേക്ക് തിരിച്ചു വന്ന് ഈ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അവരും നന്നായിട്ട് ജീവിക്കണമെന്ന് ഒരു പിതാവ് ആഗ്രഹിച്ചു, സ്വർഗ്ഗത്തിലെ ദൈവം. ഹല്ലേലൂയ. പക്ഷെ അത് പ്രാപിക്കാൻ അവരെ കൊണ്ട് മാത്രമേ പറ്റൂ, ഇസ്രായേൽക്കാരെ കൊണ്ട് മാത്രം, യഹൂദന്മാരെ. അതുകൊണ്ടാണ് യേശുവിനെ അയച്ചു കഴിഞ്ഞപ്പോൾ, യേശു സഹിച്ച പീഡാസഹനത്തിലൂടെ, യേശു ശപിക്കപ്പെട്ടവനായി മാറിയതിലൂടെ ഇതാ നിയമത്തിന്റെ ശാപത്തെയാണ് യേശു തകർത്തത്. നിയമത്തിന്റെ ശാപത്തെ, ദൈവത്തിന്റെ നിയമങ്ങള് അനുസരിക്കാതെ പിതാക്കന്മാർ ചെയ്തു പോയ പാപം വഴി മക്കളുടെ മേൽ വന്ന ശാപത്തെയാണ് കുരിശിൽ യേശു തകർത്തത്, വെറും ശാപത്തെ അല്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഈ ശാപത്തിൽ നിന്ന് വിടുതൽ വേണമെങ്കിൽ എനിക്ക് ലഭിക്കുന്ന രക്ഷ ഇങ്ങനെയാണ്. എൻ്റെ ശാപത്തിന് കാരണക്കാരായി എൻ്റെ പിതാക്കന്മാർ ചെയ്തു പോയ അതിക്രമങ്ങളിൽ നിന്ന് അവർ വീണ്ടെടുക്കപ്പെടണം. അവർ വീണ്ടെടുക്കപ്പെടാതെ എനിക്ക് രക്ഷ ലഭിക്കില്ല. കാരണം ഞാൻ പറഞ്ഞുവല്ലോ, ശാപം എന്ന് പറയുന്നത് ദൈവ അനുഗ്രഹം തടസ്സപ്പെടുത്തുന്ന അശുദ്ധാത്മാക്കളുടെ പ്രവൃത്തികളാണ്. ഈ അശുദ്ധാത്മാക്കൾ വിലങ്ങ് തൊടിയായിട്ട് നിൽക്കുകയാണ്. ഒരു അനുഗ്രഹം പോലും വരാൻ പറ്റില്ല. ശ്രദ്ധിച്ചു കേൾക്കണമേ. ഒരു അശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, ഒരുവിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ ബ്ലോക്ക് ചെയ്യുകയാണ്. ദൈവാനുഗ്രഹം അവർക്ക് കിട്ടില്ല. തടസ്സം എത്ര പ്രാർത്ഥിച്ചാലും വീട്ടില്ല. അതുകൊണ്ടൊക്കെ അത് പലരും നമ്മൾ ഉപസിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത്. പക്ഷെ അത് ചിലപ്പം കുറച്ച് ഫലം കിട്ടുമായിരിക്കാം. പക്ഷെ അനേക കുടുംബങ്ങളും അനേകം തലമുറകളായി ശാപം വരുന്ന കുടുംബങ്ങളാണ്. സാമ്പത്തികമായി കിട്ടുന്ന അനുഗ്രഹമൊക്കെ നഷ്ടപ്പെട്ട് നശിപ്പിച്ച് കളയുകയാണ് മക്കള്. പ്രിയമുള്ളവരെ, വചനം പറയുന്നു യേശു നമ്മൾ രക്ഷിച്ചത് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നാണ്. അപ്പോൾ ഈ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉണ്ടായിട്ടുള്ള ശാപത്തിൻ്റെ കാരണക്കാരായ എൻ്റെ പിതാക്കന്മാർ രക്ഷപ്പെടാതെ എനിക്ക് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റില്ലെന്ന് അർത്ഥം. കാരണം നിയമത്തിൻ്റെ ശാപം അതിൽ കിടക്കുന്നു. നിയമം വഴി വന്ന ശാപം, ആ നിയമത്തെ ലംഘിച്ച പിതാക്കന്മാർ വരുന്ന ശാപം. അപ്പോൾ ആദ്യം എൻ്റെ പിതാക്കന്മാർ രക്ഷ പ്രാപിക്കണം. രക്ഷപ്പെടുമ്പോൾ പിതാവ് വഹിക്കുന്ന വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ ഞാൻ അർഹനും യോഗ്യനുമായി തീരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്യും. ഞാൻ പറയും, നിങ്ങൾ ഈ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. ഉറപ്പുള്ള കാര്യം. ഇനി ഒന്നുകൂടെ പറയട്ടെ, ക്രിസ്തു വഴി അനുഗ്രഹം തന്നെങ്കിലും ഇത് പ്രാപിക്കാൻ മനുഷ്യരെ കൊണ്ട് പറ്റിയില്ല. നമ്മുടെ തലമുറകളായി പിതാക്കന്മാരെ സമ്പാദിച്ച സമ്പത്തിൽ കുറേ കുടുംബങ്ങളുണ്ട്. പക്ഷെ അനേകം കുടുംബങ്ങളും ദരിദ്രമായി ജീവിക്കുന്നവരാണ്. തകർന്നുപോയ കുടുംബങ്ങളുണ്ട്. സമ്പന്നന്മാരായി ജീവിച്ച എല്ലാം നഷ്ടപ്പെട്ട് നശിച്ച കുടുംബങ്ങൾ ഒത്തിരിയുണ്ട്. ഒരു അനുഗ്രഹം പോലും പ്രാപിക്കാൻ പറ്റില്ല. ഞാൻ പലരും കണ്ടിട്ടുണ്ട് അങ്ങനെ ആൾക്കാരെ. അതുകൊണ്ട് ദൈവം ഈ തലമുറയിൽ കർത്താവ് ദൈവം ലോകത്തെ അനുഗ്രഹിക്കുവാൻ, മനുഷ്യരെ അനുഗ്രഹിക്കുവാൻ സ്വർഗത്തിൽ നിന്നും ഒരു അഭിഷേകത്തെ അയച്ചു. ഒരു അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തെ. അതാണ് സ്പിരിറ്റ് ആൻഡ് ജീസസ് അഭിഷേകം. സ്പിരിറ്റ് ആൻഡ് ജീസസ് അനുഗ്രഹത്തിൻ്റെ അഭിഷേകമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നോ? നോക്കണം എത്രയോ പേരെ കൈ ഉയർത്തിയത്. കാരണം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്, അല്ലേ? അനുഭവിച്ചറിഞ്ഞവരാണ്. ഇത് അനുഗ്രഹമാണിത്. പക്ഷെ ഈ ദൈവത്തിന് ഈ വലിയ ഈ സമ്മാനത്തെ, ഈ അനുഗ്രഹത്തെ മനുഷ്യൻ പ്രാപിക്കരുതെന്ന് ആഗ്രഹിച്ച പിശാച് ഇതിന് വരവന്റെ വന്നതിന് ശേഷം ഇഷ്ടംപോലെ തടസ്സങ്ങളുണ്ടാക്കി, എതിർപ്പുകളുണ്ടാക്കി. അത് വന്ന എവിടുന്നാണ്? യേശുവിൻ്റെ നാമം പേറുന്ന സഭയിൽ നിന്ന് തന്നെയാണ്. ഞാൻ നിൽക്കുന്ന അനേകരും 99% ആൾക്കാരും കത്തോലിക്കരാണ്. യാക്കോബക്കാരുണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, മറ്റു സഭയിൽപ്പെട്ടവരെ കുറിച്ച് പേരുണ്ട്. അപ്പൊ കത്തോലിക്ക സഭയിൽ നിന്നാണ് ഏറ്റവും അധികമായിട്ട് എതിർപ്പ്. അതും അന്ധമായിട്ട്, വെറും ബ്ലൈൻഡായിട്ട് ആക്രമിച്ചു, ഒരു കാരണങ്ങളില്ലാതെ. ഇന്ന് ഈ കോട്ടയത്തെ ശുശ്രൂഷ നടത്തപ്പെടുമ്പോൾ ഇത് വിജയപുരം രൂപതയുടെ ആസ്ഥാനം കൂടിയാണ്. വിജയപുരം രൂപതയിലെ അനേകം പുരോഹിതന്മാര് 1992 കാലഘട്ടത്തിൽ ദൈവകുളം ആസ്ഥാനമാക്കി അവിടെയുള്ള അസോസിയേഷൻ നസ്രത്തിന് കോൺവെന്റിൽ ആണ് ധ്യാനങ്ങൾ ആരംഭിച്ചത്. ചെറിയൊരു കൂട്ടായ്മ, ഒരു 50-60 പേർക്ക് പങ്കെടുക്കപ്പെട്ട ധ്യാനം അവിടെ തുടങ്ങി. അവിടെ എല്ലാം ഞങ്ങളെ സഹായിച്ചത് ഈ വിജയപുരം രൂപതയിലെ പുരോഹിതന്മാരാണ്. വലിയൊരു സഹകരണം ഉണ്ടായി. പക്ഷെ ഒരു സമയം വന്നു, 97 കഴിഞ്ഞപ്പോഴേക്കും ആത്മാക്കളോടുള്ള സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചപ്പോഴും യശന്മാർ പറഞ്ഞു, ടോമേ ശരിയാണ്, എന്തുകൊണ്ട് ആയിക്കൂടാ? കാരണം 97-ാം ആണ്ടിൽ കർത്താവിനോട് പറഞ്ഞു, എങ്ങനെയാണ് ഒരു ആത്മാവിനെ രക്ഷപ്പെടുത്തുന്നത് നീ കണ്ടു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. ഇനി
തുറന്ന് പ്രസംഗിക്കുക, മരിച്ചവരോട് പ്രസംഗിക്കുക, ആത്മാക്കൾ വചനം കേൾക്കുമെന്ന് ഞാൻ കർത്താവിൻ്റെ സ്വരം ഞാൻ കേട്ടു. അത് വിശ്വസിച്ചുകൊണ്ട് അനൗൺസ് ചെയ്തു. ഒരു പുതിയ ധ്യാനം ആരംഭിച്ചു. അതിലും ഇതേ പുരോഹിതന്മാർ സഹകരിച്ചു. അവർ വന്നിട്ടുണ്ട്. കുർബാന ചെല്ലാൻ വേണ്ടി ഒരു അച്ഛന്മാരാണ് വരുന്നത്. എല്ലാ ബുധനാഴ്ചകളും കുമ്പസാരിപ്പിക്കാൻ ഇവരാണ് 6-7 അച്ഛന്മാരുണ്ടാകും കുമ്പസാരിപ്പിക്കാൻ. ചെറുപ്പക്കാരെ കുറേ പുരോഹിതന്മാർ വരും. അങ്ങനെ വളരെ നല്ല രീതിയിൽ 97-ലൊക്കെ ഈ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കും. കാരണം അവർ കണ്ടിട്ടുണ്ട് അവിടെ ധ്യാനിക്കാൻ വരുന്ന ആളുകളിൽ അശുദ്ധാത്മാക്കൾ ബാധിച്ച് അവരെ ആ ചാപ്പലിൽ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ പുരോഹിതന്മാർ കണ്ടിട്ടുള്ളത്. അവർക്ക് സാക്ഷികളാണ്. അതിന് വരുന്ന ആത്മാക്കൾ വിട്ടുപോകുന്നൊക്കെ അവർ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് വലിയ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനെല്ലാം. 97-ലെ മരിച്ചവരോട് വചനപ്രഘോഷം ആരംഭിക്കാൻ കർത്താവ് പറഞ്ഞപ്പോൾ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അപ്പോഴും എന്നോട് പറഞ്ഞു, വലിയ പുരോഹിതൻ, പ്രായമുള്ള അറിവുള്ള പണ്ഡിതന്മാരെ പോലെ പറഞ്ഞു, കൊള്ളാം, ഇതാണ് ആവശ്യം, നല്ല കാര്യമാണ്. പക്ഷെ ഒരു സമയത്ത് സാധാരണ ഇടപെട്ടു അവിടെ. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിന് അവർക്ക് ലഭിച്ച ഒന്നിനവർക്ക് ലഭിച്ച ചില തിക്താനുഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ പ്രശ്നങ്ങളായി. മറ്റൊരു രൂപതയിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരും പിന്മാറി. പിന്നെ എതിർപ്പുകളായിട്ട് മാറി. പിന്നെ അവിടെ ദൈവത്തെ ധ്യാനം മന്ദിരം അവർ അടച്ചു. അവിടെ കൊടുക്കാൻ പാടില്ല എന്ന് അവരടച്ചതല്ല, ഉത്തരവ് വന്നു, കൊടുക്കരുത്, ധ്യാനം നടത്താൻ പാടില്ല. അങ്ങനെ അത് അടഞ്ഞു പോയത് അവിടെ. അപ്പോൾ വാസ്തവത്തിൽ അവിടെ ആരംഭിച്ച ഒരു എതിർപ്പിൻ്റെ ഒരു തരംഗം അത് വളരെ ശക്തമായി. പക്ഷെ അവിടെ നിന്നും കർത്താവ് ഒരു വലിയ അത്ഭുതം ചെയ്തു. അപ്പോസ്തലന്മാരെ പുരോഹിതന്മാരെ പിടിച്ച് തടവിൽ ജയിലടച്ചു. അവർ ജയിലിൽ കിടക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദൂതൻ വന്ന് പറയുന്നത്, ജയിലെ തുറന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി പ്രസംഗിക്കാൻ പറയുന്നു, നവജീവൻ്റെ വചനം പ്രസംഗിക്കാൻ പറഞ്ഞു. അവരെ പുറത്താക്കി. അവർ തടവറ അടഞ്ഞു കിടന്നപ്പോൾ തന്നെ അപ്പോസ്തലന്മാർ പുറത്തുപോയി അവരിവിടെ പ്രസംഗിക്കാൻ തുടങ്ങി. പുരോഹിത പ്രമുഖന്മാർ പടയാളികളെ അയച്ചു. തടവുകാരെ കൊണ്ടുപോകാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോഴുണ്ട് തടവറ കാലിയാണ്, പൂട്ടിയിട്ടുണ്ട്, ആരെയും കാണാനായിട്ടില്ല. ഹല്ലേലൂയ. അതേ കർത്താവിൻ്റെ ദൂതനാണ് സ്പിഡീഷൻ്റെ അഭിഷേകത്തെയും ടീമിനെയും ആ ദൈവകുലത്തൊന്നും ആ തടവറ കിടക്കെ തന്നെ പൊക്കിയെടുത്ത് തൃശ്ശൂർ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. കഥാ പ്രസംഗിച്ചു. അവിടെ ഞാൻ തൃശ്ശൂരിലെ PC-യിലും തുടർന്ന് ചൂണ്ടിലൊക്കെ ശക്തമായ ധ്യാനങ്ങൾ വർഷങ്ങളോളം നടന്നുപോയി. പക്ഷെ അവിടെയും പിന്നെയും അവിടെയൊക്കെയുള്ള ധ്യാനം സഹായിച്ച പനകം പുരോഹിതന്മാരുണ്ട്. തൃശ്ശൂർ രൂപതയിലെ കാൽവരി ആശ്രമത്തിലെ കപ്പുച്ചനച്ചമാരാണ് ഈ ധ്യാനം ഏറ്റെടുത്ത് നടത്തി. അന്ന് തൃശ്ശൂർ രൂപത നമ്മളെ സപ്പോർട്ട് ചെയ്തു, തൂങ്ങി പിതാവ് സപ്പോർട്ട് ചെയ്തു. ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. തൃശ്ശൂരിലെ കരിശന്മാരി ഡയറക്ടർ ഇടയ്ക്ക് അദ്ദേഹം വരും, ബലിയർപ്പിക്കാൻ വരുമായിരുന്നു. ഇങ്ങനെയെല്ലാം വളരെ സഭയുമായിട്ട് വളരെ ഒന്നിച്ചു പോയ ഒരു കൂട്ടായ്മയായിരുന്നത്. പക്ഷേ ഈ കോതമംഗലത്തു നിന്നും എന്താ പറയുക, ചാരപ്പണി പോലെ കുറേ പേര് വന്ന് എതിർപ്പുകളുണ്ടാക്കി. അത് നടത്തിക്കാൻ പാടില്ല. കാരണം കർത്താവ് ചെയ്തൊരു പ്രവൃത്തി അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ അവരിടപെട്ട് തൃശ്ശൂർ രൂപത എതിർപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു ഇവിടെ ധ്യാനം നടത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ പിന്നീട് നമ്മൾ സ്വതന്ത്രമായിട്ട് അവിടെ ധ്യാനങ്ങൾ മുന്നോട്ട് കൊണ്ട് നിർത്തിയില്ല ഒരിക്കലും. ആ ബിൽഡിംഗ് നഷ്ടപ്പെടുവോളം നമ്മളത് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെയെല്ലാം ഇത് മാനുഷികമായ പ്രവൃത്തികളാണെങ്കിൽ എത്രയോ കാലം മുമ്പ് അസ്തമിച്ച് പോകേണ്ടതായിരുന്നില്ലേ? ദൈവത്തിൻ്റെ കരം ശക്തമായി കർത്താവ് ഒരു പാറ പോലെ നിന്നു. ഇത് കർത്താവിൻ്റെതായതുകൊണ്ട് കർത്താവ് പാറ പോലെ നിർത്തി ശക്തിയോടെ നയിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ 37ാമത്തെ വർഷത്തിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് 100% വ്യക്തമായ ഉറപ്പുണ്ട്, അറിവുണ്ട്, ബുദ്ധിമുണ്ട്. ഞാൻ എന്താണ് പഠിപ്പിക്കുന്നത് എനിക്കറിയാം. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിവുണ്ട്. ആത്മാക്കളുടെ അവസ്ഥ ഞാൻ വ്യക്തമായിട്ട് കാണുകയാണ്. ഇവിടെ ഏതോ ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തിയല്ലോ, ഉച്ച സമയത്ത് ഒരു പുരോഹിതൻ പറഞ്ഞു, നരകത്തിൽ പോയി കിടന്ന് നിങ്ങൾ രക്ഷിക്കുകയാണെന്ന് ചോദിച്ചു. പോഷത്വമാണത്, അറിവില്ലായ്മയാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞിട്ട് കാര്യം. ഞാൻ പുരോഹിതന്മാരെയും ബഹുമാനിക്കുന്നു, അവർ തിയോളജി പഠിച്ചവരാണ്. കാരണം ഒരു ചോദ്യം എനിക്കുണ്ട്, അങ്ങനെ നരകത്തിൽ പോയവർക്ക് രക്ഷയില്ല എങ്കിൽ ആദ്യം സഭ വാളെടുക്കേണ്ടത് പരിശുദ്ധ കന്യാമരത്തിനെതിരെയാണ്. കാരണം 1917-ാം ആണ്ടിൽ പോർച്ചുഗലിലെ ഫാത്തിമയിൽ പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട് 3 കുട്ടികൾക്ക് 6 മാസക്കാലം പ്രത്യക്ഷപ്പെട്ട് അതിൽ ജൂലൈ മാസം 13-ാം തീയതി ഒരു വലിയ ദർശനം കാണിച്ചു കൊടുത്തു. അമ്മ പറഞ്ഞു, ഞാൻ കാര്യങ്ങൾ കാണിക്കാൻ പോവുക, കുഞ്ഞുങ്ങളെ ഭയപ്പെടരുത്.
കുഞ്ഞുങ്ങൾ കണ്ടത് ഒരു വലിയ സമുദ്രമാണ്, തീക്കടൽ അവർ കണ്ടത്. ആ തീകളിൽ കിടക്കുന്ന ആത്മാക്കളെയാണ് അവർ കണ്ടത്. അവരുടെ ഭയങ്കരമായ അവസ്ഥ കണ്ട് കുഞ്ഞുങ്ങൾ നിലവിളിച്ച് കാറി. അവിടെ 20,000 ആൾക്കാരാണ് അന്ന് 3-ാമത്തെ മാസത്തിൽ ഈ മാതാവ് വരുന്നത് കേട്ടുകൊണ്ട് കാണാൻ പോകുന്ന ആൾക്കാർ 20,000 ആൾക്കാരുണ്ടായിരുന്നു. ആ കൊബാദി എന്ന സ്ഥലത്ത് ഈ കുഞ്ഞുങ്ങളുടെ നിലവിളി അവർ കേട്ടു. എന്താ കാര്യം അവർക്ക് അറിയില്ല. കുഞ്ഞുങ്ങൾ നിലവിളിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് മാതാവ് കൈയൊന്ന് വീശി ആ തീക്കടൽ അപ്രത്യക്ഷമായി. എന്നിട്ട് അമ്മ പറയുകയാണ്, പാപം പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ. നരകത്തെ കാണിച്ചു കൊടുക്കുക. പറയാണ്, നിങ്ങൾ കണ്ടല്ലോ, നരകം കണ്ടുവല്ലോ എന്നാണ് ചോദിച്ചത്. ശുദ്ധീകരണ സ്ഥലം കണ്ടെന്നല്ല ചോദിച്ചത്. പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ, അവരെ രക്ഷിക്കുവാൻ എന്ന വാക്ക്, അവരെ ടു സേവ് ദം, അവരെ രക്ഷിക്കുവാൻ പിതാവ് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പരിശുദ്ധ മറിയത്തിനെ വേലഹൃദയഭക്തി ലോകത്തിൽ പ്രചരിപ്പിക്കണം. പിതാവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞു, ആത്മാക്കൾ രക്ഷപ്പെട്ടാൽ യുദ്ധം അവസാനിക്കും. അന്ന് യുദ്ധം നടക്കുകയാണ്, 1 ലോകമായ യുദ്ധം, ഫസ്റ്റ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുക. അത് പറയാണ്, ആത്മാക്കൾ രക്ഷപ്പെട്ടാൽ യുദ്ധം അവസാനിക്കും. വീണ്ടും പരിശുദ്ധ ഒരുവാക്കോട് പറഞ്ഞു, എന്നാൽ ഞാൻ ഈ പറയുന്നത് മനുഷ്യർ സ്വീകരിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് വരാമെന്നൊരു പോപ്പിൻ്റെ കാലത്ത്, ആ പോപ്പിൻ്റെ പേര് പറഞ്ഞു, ആ പോപ്പിൻ്റെ കാലത്ത് വീണ്ടും ഒരു മഹാദുരന്ത ലോകത്തിലുണ്ടാകും. പരിശുദ്ധ അമ്മ പറഞ്ഞത് തന്നെ സംഭവിച്ചു. ആരും മരിച്ചവർക്ക് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായില്ല. കാരണം നരകത്തിൽ പോയ രക്ഷയില്ല എന്നൊരു പഠന സഭയിൽ കിടപ്പുണ്ട്. 4-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ ഉണ്ടാക്കിയ ഒരു പഠനമാണ്. നരകം അടയ്ക്കപ്പെട്ടു പോയത്, അങ്ങോട്ട് പോയ പിന്നെ രക്ഷയില്ല. എന്തടിസ്ഥാനത്തിലാണത് എഴുതി വെച്ചത്, ഈ പഠനസഭയെ കൊണ്ടുവന്നത്? എന്തെങ്കിലും ഒരു തലമുടി 4 വണ്ണത്തിൽ ഒരു തെളിവുണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ആരാണ് പറഞ്ഞത്? യേശുക്രിസ്തു ഇറങ്ങിയ നരകം നിത്യനരകമാണ്, അത് അടയ്ക്കപ്പെട്ടത് ആരാണ് പഠിപ്പിച്ചത്? ഏത് അപ്പോസ്തലനാ പഠിപ്പിച്ചത്? ദൈവം പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ യേശു പഠിപ്പിച്ചിട്ടില്ല, അപ്പോസ്തലന്മാർ ആരും പഠിപ്പിച്ചിട്ടില്ല. ബൈബിളിൽ അങ്ങനെ ഇല്ലൊരു സംഭവം. ഇപ്പം മനുഷ്യനുണ്ടാക്കിയ ഒരു പഠനം, ആ പഠനം തെറ്റിപ്പോയി. അതുകൊണ്ടാണ് 917 പരിശുദ്ധ കന്യാമറിയം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, അവരെ രക്ഷിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. ഈ നരകത്തിൽ കിടക്കുന്ന, തീയിൽ കിടക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സഭയിൽ ഒരു ചോദ്യമായി, നരകത്തിൽ രക്ഷയില്ല എന്ന് പറയുന്നത് എങ്ങനെ പരിശുദ്ധ മറിയത്തിന് പറയാൻ പറ്റും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? അവൾ പരിശുദ്ധ മറിയമല്ലത് പിശാചാണ് എന്നൊരു വ്യാഖ്യാനം കൊടുത്തു ആ കുഞ്ഞുങ്ങളെ കുറിച്ച്. അവർ കണ്ടതൊക്കെ മാറ്റി പറയാൻ ഭീഷണിയുണ്ടായി. വീട്ടുകാർ ഭീഷണിപ്പെടുത്തി, സഭ ഭീഷണിപ്പെടുത്തി, ഗവൺമെന്റ് ഭീഷണിപ്പെടുത്തി, അവർ ജയിലിലിട്ടു. ആ കുഞ്ഞുങ്ങളെ മാറ്റി പറഞ്ഞില്ല. കാരണം അവർ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളാണ്, അവർ മാറ്റി പറഞ്ഞില്ല. ദൗർഭാഗ്യവശാൽ പരിശുദ്ധ അമ്മ ഒന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഈ കാര്യം മനുഷ്യർ അനുസരിക്കില്ല എന്ന് എനിക്കറിയാം, വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. മനുഷ്യർ പറഞ്ഞ ലോകത്തിലെ മനുഷ്യരെ കുറിച്ചല്ല പറഞ്ഞത്. ഇത് വിശ്വസിക്കേണ്ടത് ആരാണ്? ലോകത്തുള്ള ഹിന്ദുവോ മുസ്ലിമോ ആണോ? പിന്നെ ആരാ വിശ്വസിക്കേണ്ടിയിരുന്നത്? സഭയിലുള്ളവരാ വിശ്വസിക്കേണ്ടത്. അതാണ് മനുഷ്യരെന്നാ പറഞ്ഞത്, സഭയെന്ന് പറഞ്ഞില്ല. സഭയിലുള്ളവർ വിശ്വസിച്ചില്ല, അവർ തിരസ്കരിച്ചു, അവർ പ്രാർത്ഥിക്കാൻ തയ്യാറായില്ല. അപ്പോൾ മാതാവ് പറഞ്ഞതിന് വീണ്ടും ഒരു 2-ാം ലോകമായതും ഉണ്ടായി. അന്ന് പറഞ്ഞതൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. റഷ്യയെക്കുറിച്ച് പറഞ്ഞ കാര്യം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ 3-4 വർഷമായി റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. സ്വീഡിഷിന് മക്കള് എല്ലാ ആഴ്ചകളും ഈ കേരളത്തിൻ്റെ ഓരോ ജില്ലകളിലും തെരുവിലിറങ്ങി പരിശുദ്ധ അമ്മയുടെ കൊടിയും പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലി നടക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്? അത് പരിശുദ്ധ അമ്മയുടെ ഒരു ആഹ്വാനമായതുകൊണ്ടാണ്. കാരണം 107 വർഷം മുമ്പ് പരിശുദ്ധ മറിയം പറഞ്ഞ ആ കാര്യങ്ങൾ സഭ ചെയ്തില്ല. ഒന്ന്, ഈ മരിച്ചവർക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ പറഞ്ഞെന്താണ്? ആത്മാക്കൾ രക്ഷപ്പെട്ട യുദ്ധം അവസാനിക്കും. ആത്മാക്കൾ രക്ഷപ്പെട്ട യുദ്ധം അവസാനിക്കും. അപ്പോൾ എന്താണ് ഈ ആത്മാക്കൾ യുദ്ധമുള്ള ബന്ധം? അത് മനസ്സിലാക്കാൻ ആരെക്കൊണ്ട് പറ്റിയില്ല. ആ ബന്ധം ഇതാണ്. ഈ ആത്മാക്കൾ, നരകത്തിൽ കിടക്കുന്ന ആത്മാക്കൾ, ഒരു അശുദ്ധാത്മാക്കളാണ്, പിശാചിന് അടിമതി കിടക്കുന്നവരാണ്, ഒരു സാധാരണ സൈനികളാണ്. അവരെ ജീവിച്ചിരിക്കുന്നവരെ സ്വാധീനിക്കുന്നു, അടിമപ്പെടുത്തുന്നു, എല്ലാ നാശ ലോകത്തിൽ ഉണ്ടാക്കുകയാണ്. പിശാചിന്റെ സൈന്യമാണ് ഈ അശുദ്ധാത്മാക്കൾ.
അവരെ രക്ഷപ്പെടുത്തിയെങ്കിൽ മാത്രമേ ലോകത്തിൽ സമാധാനം ഉണ്ടാകൂ. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അവരെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പരിശുദ്ധ അമ്മയ്ക്ക് പിതാവ് കൊടുത്തിരിക്കുകയാണ്. കാരണം പരിശുദ്ധ മറിയത്തെ നിയോഗിച്ചിരിക്കുന്ന അവൾ അയക്കപ്പെട്ട സ്ത്രീയാണ്, സാത്താൻ്റെ തലയെ തകർക്കുന്ന സ്ത്രീ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇന്നും ആത്മാക്കളുടെ മേൽ അവകാശവും രക്ഷ പരിശുദ്ധ അമ്മ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗം പരിശുദ്ധ അമ്മയെ അയച്ചു പറഞ്ഞത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. ഈ അശുദ്ധാത്മാക്കൾ അന്നും ഇന്നും ഒരു അശുദ്ധാത്മാക്കളെ സാത്താൻ ഉപയോഗിക്കുകയാണ് അവൻ്റെ രാജ്യം വളർത്താൻ വേണ്ടിയിട്ട്. അതനുസരിക്കാൻ പറ്റാതെ പോയത് കൊണ്ട് ഇന്നും ലോകം വലിയ നാശത്തിലാണ് കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്പിരിറ്റിന്റെ അഭിഷേകം ശക്തിപ്പെടുത്തി, അഭിഷേകം വളർത്തി, ബലപ്പെടുത്തി. ഇത് ദൈവത്തിന്റെ പിതാവിന്റെ ഹിതമാണ് നിറവേറ്റി കൊടുക്കേണ്ടത്. അവിടെ മനുഷ്യനെ നീ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ ഹിതം നിറവേറ്റി കൊടുക്കണം. അതിനുവേണ്ടി നിലകൊള്ളാൻ ഉറച്ചു നിൽക്കണം. ഇന്ന് വരെയും അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് കർത്താവ് ടോം ശക്രയുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് കർത്താവ് കാതറി മറിയത്തിന്റെ കൂട്ടത്തിലുണ്ട്. അവിടെ ഞങ്ങൾക്ക് മാനുഷികമായ ഒരു പരിഗണനയില്ല. അവിടെ മറിച്ച് എന്താണ് പിതാവിന്റെ ഹിതം, എന്താണ് ദൈവത്തിന്റെ നിശ്ചയം, ഇതാ ദൈവമേ അത് നിറവേറ്റാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു. ഈ രണ്ട് അഭിഷേകങ്ങൾ പരിശുദ്ധ മറിയത്തിന്റെ അഭിഷേകവും സ്പിരിറ്റിന്റെ അഭിഷേകവും, പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് അഭിഷേകങ്ങളും ഐക്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് സഭയെ ഉടച്ചു വാർക്കാൻ വേണ്ടിയിട്ടാണ്, സഭയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്, സഭയെ യേശുവിന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പുതിയ സംസ്കാരം സഭയിൽ കൊണ്ടുവരാനുള്ള ദൗത്യമാണ് സ്പിരിറ്റിനുള്ളത്. എന്താ പുതിയ സംസ്കാരം? സ്വർഗീയ സംസ്കാരം. ക്രിസ്തു ദൈവരാജ്യം സ്ഥാപിച്ചപ്പോൾ ആ ദൈവരാജ്യത്തില് എന്താണ് ആരംഭത്തിൽ ഉണ്ടായിരുന്നത്? ആ ദൈവിക സംസ്കാരം, വചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അധികാരം, ആധിപത്യം അത് സഭയിൽ ഉണ്ടാകണം. അത് സഭ നഷ്ടപ്പെടുത്തി. അത് എന്തുകൊണ്ടാണ്? ഈ 2000 വർഷത്തിനിടയിൽ 1500 വർഷം കൂടുതൽ നിന്നവർ കുറേ പേര് സഭ വിട്ടുപോയി. 500 വർഷക്കാലം കൊണ്ട് കത്തോലിക്കരും പെന്തക്കോസ്തക്കാരും തുല്യമായ എണ്ണത്തിലായി. 100 കോടിയിൽ പരം 500 വർഷം കൊണ്ട് അവർ പെരുകി. കത്തോലിക്കരുന്നതിന് കിടക്കുകയാണ് ഈ 100 കോടിയിൽ. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എന്തുകൊണ്ട് അവർക്ക് വളർച്ചയുണ്ടായത്? നല്ല കാര്യം അവർ ഒത്തിരി അധ്വാനിക്കുന്നു, നല്ല കാര്യം ചെയ്യട്ടെ അവർ. പക്ഷെ എന്തുകൊണ്ട് സഭയിൽ ഒരു വളർച്ച ഉണ്ടാകുന്നില്ല? വാസ്തവത്തിൽ ഞാൻ പറയാം, ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രശ്നങ്ങൾ, ഞാൻ ഇന്നലെ ഇങ്ങോട്ട് പോരുന്നു. മിനിങ്ങാന്നൊരു സഹോദരൻ എറണാകുളത്ത് വെച്ച് അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ധ്യാനത്തിന് പുറകെ പോവുകയാണ്, എനിക്ക് 2 വാക്ക് സംസാരിക്കണം. എന്നോട് പറഞ്ഞു സഭയെക്കുറിച്ചാണത്. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു അവിടെ ചെന്നു. അതുകൊണ്ട് സ്ഥാപനോട് ഇവിടെ ചെന്നു. അതിനോട് ചോദിച്ച ചോദ്യം ഇതാണ്. അത് എനിക്ക് മുമ്പ് പരിചയമുണ്ട്. എന്നോട് പറഞ്ഞു, ബ്രദറെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ രക്ഷിക്കാൻ പറ്റും? സഭ നശിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഞാനൊരു പ്രാസംഗികനാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാനൊരു പ്രാസംഗികനാണ്, എൻ്റെ പ്രോഗ്രാമൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, യൂട്യൂബിലുണ്ട്. ഞാൻ ഇതിനെതിരെ ഭയങ്കര എതിർത്ത് നിൽക്കുന്നുണ്ട് സഭയിലെ പ്രശ്നങ്ങൾ. കാരണം അവർ എറണാകുളം രൂപതക്കാരാണ് അദ്ദേഹം. അവിടെയുള്ള പുരോഹിതന്മാരും വിശ്വാസികളും എന്തെല്ലാം തരില്ല. ഇവിടെ കർത്താവിന്റെ ദാസി പറഞ്ഞ പ്രഭാതത്തിൽ എത്രയോ ലജ്ജാകരമായ രീതിയിലാണ് സഭയിൽ ഓരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലജ്ജാകരം. വിജാതിയുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ട്, അപഹേളിക്കപ്പെട്ട്, അപഹസിക്കപ്പെട്ട്, ബലിയർപ്പിക്കേണ്ട ബലിപീഠങ്ങളിൽ ഒന്നും ഉണ്ടാക്കി, ദേവാലയങ്ങൾ കയറി ചെന്ന പുരോഹിതന്മാരെ തല്ലി, അവിടെ ചീത്ത വിളിച്ച് വെല്ലുവിളിച്ച് കൊലഭീഷണി മുടക്കുന്ന ദേവാലയങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞ നാളുകളിൽ. ആ എറണാകുളത്തെ സെന്റ് തോമസ് മൗണ്ടിൽ സഭയുടെ ഉന്നത നേതാക്കന്മാരെ തടവിൽ വെച്ചതുപോലെ പിടിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യർ, അവരെ ചോദ്യം ചെയ്യുന്ന മനുഷ്യർ. വാസ്തവത്തിൽ എവിടെയാണ് ബഹുമാനം, എവിടെയാണ് ആദരവുള്ളത്? പണ്ടൊക്കെ ഒരു പുരോഹിതനെ കണ്ടാൽ മനുഷ്യർക്ക് എന്തോന്നും ബഹുമാനം, ആദരവ് ഉണ്ടാകുമായിരുന്നു. ഒരു ലോഹയിട്ട് ഒരാളെ കണ്ടാൽ, ഒരു കന്യാസ്ത്രീയെ കണ്ടാൽ എത്ര ബഹുമാനമാണ് മനുഷ്യൻ പെരുമാറിയിരുന്നത്. ഇതെന്തു വിലയുണ്ട് അവർക്ക്? നശിപ്പിച്ച് കളഞ്ഞു, നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആ ലോഹയുടെ വില നഷ്ടപ്പെട്ടതല്ല, മറിച്ച് മനുഷ്യൻ ചെയ്ത പാപങ്ങളുടെ ദുർസാക്ഷ്യങ്ങളിലൂടെ സഭ ഒന്ന് വലിയ ഒരു തകർച്ചയിലാണ് നിൽക്കുന്നത്. വലിയ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു സഹോദര കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം എന്നോട് ആര് ചെയ്യും ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ 10 പേര് 10 പുരോഹിതന്മാർ ഞാൻ പറയുന്നത് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ ഞാൻ പറഞ്ഞു ഈ പ്രശ്നം
3 പ്രാർത്ഥന ഞാൻ അവസാനിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. തയ്യാറാണോ ചോദിച്ചു. എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്, പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതിനേക്കാൾ എത്രയോ വലിയ പ്രശ്നങ്ങളെ കർത്താവ് പിടിച്ചു കെട്ടി. ഇവിടെ നിൽക്കുന്ന ഏത് പിശാചിനെ പിടിച്ചു കെട്ടുവാനായിട്ടുള്ള അഭിഷേകമാണ് സ്പിരിറ്റ് ഇൻ ജീസസ് അഭിഷേകം. ഹല്ലേലൂയ. കഴിഞ്ഞ 27 വർഷമായി സ്പിരിറ്റ് ഇൻ ജീസസ് മക്കൾ ആക്രമിക്കപ്പെട്ടു. തെരുവില് സഭ തള്ളി പറഞ്ഞു, തിരസ്കരിച്ചു. ഏതെല്ലാം രീതിയിൽ ആ കുരിശ് പ്രശ്നം വന്നപ്പോൾ എന്താ സഭ ചെയ്തത്? ഇട്ടുകൊടുത്ത് തെരുവിലേക്ക്. അവരോട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. വിജാതിരികൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതിയിലാണ് അന്ന് KCBCയുടെ പത്രസമ്മേളനം എറണാകുളത്ത് നടത്തിയത്. എത്രയൊരു ഏതെങ്കിലും രീതിയിൽ നശിപ്പിച്ച് കളയാൻ വേണ്ടി മാത്രം നിന്നവ അനേകം പേരുണ്ട് സഭയിൽ. പക്ഷെ എന്നിട്ട് പോലും ഇന്ന് വരെ ഒരു സ്പിരിറ്റുകാരനും സഭയ്ക്കെതിരെ നിന്നിട്ടില്ല, ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇന്നും പുരോഹിതന്മാരെ ബഹുമാനിക്കുന്നു, കുദാശകളെ ബഹുമാനിക്കുന്നു. അതിന് തന്നെ വിശുദ്ധ ബലി പങ്കെടുത്ത് യോഗ്യമായ രീതിയിൽ സ്പിരിറ്റിന്റെ മക്കള് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തെരുവിലിറങ്ങി കത്തോലിക്കനെന്ന് പറയുന്നു, ക്രിസ്ത്യാനി എന്ന് പറയുന്നു, പുരോഹിതന്മാരെ ചീത്ത പറയുന്നു, തല്ലു കൊടുക്കാൻ പോകുന്നു, കല്ലെറിയാൻ പോകുന്നു, എന്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പേരുടെ ക്രിസ്ത്യാനിയും കത്തോലിക്കനുമാണ്. പക്ഷെ ഒരു സ്പിരിറ്റുകാരനും പേരുടെ ക്രിസ്ത്യാനി കത്തോലിക്കനല്ല. ഞങ്ങൾ ഉത്തമ കത്തോലിക്കരും ഉത്തമ ക്രിസ്ത്യാനികളുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങൾ ഞങ്ങൾ തെളിയിച്ചവരാണ്. ഈ 27 വർഷക്കാലം 97 മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഞങ്ങൾ തെളിയിച്ചവരാണ്, ഞങ്ങൾ യോഗ്യരാണ് എന്ന്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മുമ്പിൽ ടോംസകരിയായും ഖാദിനിമാരും സ്പിരിറ്റ് ജീസസും നീതീകരിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മനുഷ്യരെന്ത് കുറ്റം പറഞ്ഞാലും തമ്പുരാന്റെ സന്നിധിയിൽ നമ്മൾ കുറ്റമറ്റവരായിട്ട് നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയതിനാൽ കത്തോലിക്ക സഭയില്, ക്രിസ്ത്യൻ സഭയില് ഒരു വലിയ മാറ്റം ഉണ്ടാകണം. മാറ്റം തന്നെ കൊടുങ്കാറ്റ് വീശുക ചെയ്യും. വലിയ മാറ്റങ്ങൾ സഭയിൽ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. ഇന്ന് എന്തിൻ്റെല്ലാം പേരിലാണ് സഭയിൽ അധികാരികൾ കടിച്ചു നിൽക്കുന്നത്? പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടവരായിട്ട്. പക്ഷെ പേരിന് പരിശുദ്ധാത്മാവ് ഉണ്ട്. ഇന്ന് ലോകത്തിൽ കത്തോലിക്ക സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിക്കുന്ന, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന, പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തുന്ന ഒറ്റ സമൂഹം ഉണ്ടെങ്കിൽ അത് സ്പിരിറ്റ് ജീസസ് മാത്രമാണ്. ഹല്ലേലൂയ. നമുക്ക് നൽകപ്പെട്ട നിധിയെ, നമുക്ക് നൽകപ്പെട്ട സമ്പത്തിനെ നമ്മൾ നഷ്ടപ്പെടുത്തിയില്ല. നമ്മൾ ഏറ്റവും ആദരവോടെ ബഹുമാനത്തോടെ അതിനെ കാത്തു പരിപാലിച്ചു. ഇനിയും കാത്തു പരിപാലിക്കണം. നമ്മളിലൂടെ രക്ഷ ലോകത്തിലേക്ക് മുഴുവൻ കടന്നു ചെല്ലണം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞു പോയ ഒരു മാസം എൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, എനിക്ക് ആഫ്രിക്കയ്ക്ക് പോകണം. ആഫ്രിക്കയെ നശിക്കുന്ന മനുഷ്യരിലേക്ക് വചനം ചെല്ലണം. കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് അയർലൻഡിൽ ഒരു വഴി തുറന്നു കിട്ടിയിരുന്നു. ഒരു ഐറിഷയുടെ മുമ്പിൽ അവരോട് വചനം പ്രസംഗിക്കാൻ സാഹചര്യം കിട്ടി. പക്ഷെ പിന്നീട് അവിടെ ചില പ്രശ്നങ്ങൾ. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എവിടെയാണ് അഭിഷേകത്തെ തുറന്നു വിടാൻ പറ്റുന്നത്? എവിടെയാണ് മനുഷ്യനെ സ്വീകരിക്കാനുള്ളത്? എനിക്ക് വലിയ വേദനയുണ്ട്, വലിയ മനസ്സിൽ വലിയ ആദിയുണ്ട്. ഇത്രയും വർഷങ്ങൾ പ്രഘോഷിച്ചിട്ടും അങ്ങോട്ട് വേല ചെയ്തിട്ടും അങ്ങേക്ക് മാത്രം ജീവിതത്തിൽ നിന്നിട്ടും ഇന്നും ഒന്നുമാകാൻ പറ്റുന്നില്ലാത്ത, വചനം കൊടുക്കാൻ പറ്റുന്നില്ലാത്ത, എവിടെ ചെന്നാലും എതിർപ്പുകൾ മാത്രം നിൽക്കുന്ന ഒരു കാലഘട്ടം. ദൈവമേ, നീ ഒരു വഴി തുറന്നു തരണമേ. ഞാൻ അങ്ങനെയാണ് ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തെ മുമ്പിൽ കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ടാൻസാനിയയിൽ പോയി 2-3 പ്രാവശ്യം പോയി ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു കന്യാസ്ത്രീ മൂലമാണ് പോയത്. അവരവിടെ നിന്ന് പോന്നു. പിന്നീട് ആ വാതിൽ അടഞ്ഞുപോയി. ഇന്ന് ഞാനോട് വരുമ്പോൾ ഒരു സഹോദരൻ ഞാൻ കയറി വരുമ്പോൾ തന്നെ കണ്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചു. കുറേ വർഷം മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളവരാണ്. ഒരു പ്രാർത്ഥന കൂട്ടിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആഫ്രിക്കയിലൊരു വലിയ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കോടികളുടെ ബിസിനസ്സാണത്. അപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കാണാൻ വന്നതാണ്. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കാം, എനിക്ക് എന്ത് തരുമെന്ന് ചോദിച്ചു. ഒരു അദ്ദേഹം ഓർത്തു, എനിക്ക് വേണ്ടത് പണമാണ്. അത് എന്നോട് പറഞ്ഞു, എന്തും ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് ഇവിടെ പണമല്ല, എനിക്ക് വേണ്ടത് അവിടെ ഒരു സുവിശേഷ പ്രഘോഷണ വേദി
എനിക്ക് തുറന്ന് കിട്ടണം. അദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഡൺ, സംഭവം ചെയ്തെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഓർത്തു, ദൈവമേ, ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ആഫ്രിക്കയിലേക്ക് കടന്നു ചെല്ലാൻ, ഒരു വചനപ്രഘോഷണം വേദി തുറക്കപ്പെടാനായിട്ട്. ഞാൻ പറഞ്ഞു, സഹോദര, എല്ലാ ചിലവും ഞങ്ങളെടുക്കും, ഞങ്ങളുടെ ചിലവാണ്, ഒരു പൈസ പോലും നിങ്ങൾ തരരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചു. കാരണം ഒരിക്കലും സ്വീഡൻസ് ഇന്നുവരെ ഒരിടത്തും പണത്തിന് വേണ്ടി പോയിട്ടില്ല, പണത്തിന് വേണ്ടി വില ചെയ്തിട്ടില്ല. അത് നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കട്ടെ എപ്പോഴും. ഈ കഴിഞ്ഞ മാസം UK ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നമുക്കൊരു പുതിയൊരു വേദി തുറന്നു കിട്ടി. അവിടെയുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ അവരറിഞ്ഞു, ഇതിനെക്കുറിച്ച് അഭിഷേകത്തെക്കുറിച്ച് കേട്ട്. അമേരിക്കയിലുള്ള ഒരു സഹോദരി, നമ്മുടെ ധ്യാനം കൂടിയിട്ടില്ല മകള്, യൂട്യൂബിലെ പ്രോഗ്രാമെല്ലാം കണ്ട് വലിയ വിശ്വാസത്തിൽ നമ്മളിടയ്ക്കെല്ലാം എന്നെ മെസ്സേജ് അയക്കും. അപ്പോൾ അവർക്ക് ഒത്തിരിയേറെ ലോകത്തിലെ പല രാജ്യങ്ങളിലുള്ള വ്യക്തികളുമായിട്ട് ബന്ധമുണ്ട്, മറ്റുള്ള ഭാഷക്കാരൊക്കെയാണ്. അപ്പോൾ ഈ മകളെ ഇങ്ങനെ സ്വീഡിഷിനെ കുറിച്ച് ഇവിടെ എല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് UK ഒരു സഹോദരി, ഒരു പ്രാർത്ഥന കൂട്ടായ്മയുടെ ഒരു നേതാവ് എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, UK വരുന്നുണ്ട്, അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരണം, ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വചനം പങ്കുവെക്കണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും സന്തോഷമാണ്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ യാത്രയിൽ അവരുടെ സ്ഥലത്ത് ചെന്നു. അത് വലിയ ശക്തമായൊരു പ്രാർത്ഥന കൂട്ടായ്മയാണ്. എല്ലാ ഭാഷക്കാരും ഉണ്ട് അതിനകത്ത്, വെള്ളക്കാരും ആഫ്രിക്കൻസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പ്രഘോഷണം നടത്തി. ഒരു 4 മണിക്കൂറാണ് അവ കിട്ടിയത്. യോമാൽ ചൊല്ലി, അതിനുശേഷം സക്രിയുണ്ട്, വചനപ്രഘോഷമെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ലീഡർ ആദ്യം മുമ്പിൽ വന്നു നിന്നു. ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ സ്ത്രീയാണ്. അവരുടെ തല കൈവച്ചതും അവർ നിലം പതിച്ചു. കുറേ സമയം അവർ നിലത്ത് കിടന്നു, അവർക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം പിന്നെ ബാക്കി കുറേ പേര് പ്രാർത്ഥിച്ചപ്പോഴേക്കും അവരെല്ലാം അഭിഷേകം ഇറങ്ങി അവരെല്ലാം നിലം പതിക്കുകയാണ്. ഈ സ്ത്രീ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, അവരുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യമായിട്ട് അവർ ലഭിച്ചൊരു അനുഭവമാണിത്. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല, ഏതോ ഒരു ശുശ്രൂഷ എന്ന് മാത്രം. അതോടെ വന്നവരെല്ലാം പറഞ്ഞു, ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വലിയ സ്വർഗീയ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റി. അപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ പോകില്ല. രാത്രി 9:30 മണി, അവിടുത്തെ സമയം 9:30 മണിയായി. 8:00 തീർക്കേണ്ട ശുശ്രൂഷയാണ്. അപ്പോൾ അവർ പറഞ്ഞല്ലോ, സമയം എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ 9:30 വരെയായി. ഇവർ പോകുന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ല ബ്രദറെ, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ആഗ്രഹം. അത്രയധികമായിട്ടാണ് അഭിഷേകം അവരെല്ലാം ഉണർത്തിയത്. ഹല്ലേലൂയ. പോരാകുമ്പോഴേക്കും അതിൻ്റെ ലീഡർ ആ സഹോദരി ഒരു കവറോടെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല അത്, പക്ഷേ മുമ്പേ അതിന് പെട്ടെന്ന്, ബ്രദർ, ദിസ് ഈസ് അവർ ഗിഫ്റ്റ് ഫോർ യു. വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് അവർ ഗിഫ്റ്റ്. ഞാൻ പറഞ്ഞു, സോറി, ഐ കനോട്ട് ആക്സെപ്റ്റ്. നോ 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 നോ, യു ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വാങ്ങിക്കത്തില്ല. അവരെന്നോട് പറയുകയാണിത് താങ്കളുടെ മിനിസ്ട്രിക്ക് തരുമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചേക്കാമായിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞു, ദിസ് ഫോർ യു. എനിക്ക് വേണ്ട. എനിക്ക് മനസ്സിലായി, നല്ല കട്ടിയുള്ളൊരു കവറായിരുന്നു. ഒരു മിനിമം ഒരു 500 പൗണ്ട് എന്നുണ്ടായിരുന്നിരിക്കാം. കാരണം ആദ്യം ചെന്നുള്ളൂ. അപ്പോൾ അവർ നല്ല രീതിയിൽ ഒരു സ്വീകരിക്കപ്പെടാൻ വേണ്ടി ചെയ്തായിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്വീകരിക്കത്തില്ല, വാങ്ങിയില്ല. പക്ഷെ അവർ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. ഞാൻ പറഞ്ഞു, താങ്ക് യു വെരി മച്ച്, ഞാൻ തിരിച്ചു തരുമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത്, എനിക്ക് വേണേൽ മേടിക്കാം, കാരണം അവർ എന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ ചോദിച്ചതല്ലോ. പക്ഷെ അവിടെയും ഒരിക്കൽ പോലും സമ്പത്ത് മനുഷ്യർക്കൊരു ധാരണയുണ്ട്, സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നതൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ലോകത്തിലെ മനുഷ്യൻ ധാരണകളാണ്. എല്ലാവരോടൊരു ഇന്നുവരെയും കർത്താവിൻ്റെ കൃപയാൽ എല്ലാ കാര്യങ്ങളും അനുഗ്രഹത്തിൻ്റെ അഭിഷേകമായി സ്പിരിച്വൽസ് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു, നടത്തി തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ അഭിഷേകത്തിന് ഏറ്റവും വലിയ വിളിയാണ് നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ വീണ്ടെടുക്കുക എന്നുള്ളത്, മോചിപ്പിക്കുക. സ്പിരിച്വൽ അഭിഷേകം ഇവിടെ പ്രഘോഷിക്കുന്ന വചനങ്ങളിലൂടെ അത് മരിച്ചവരിലേക്ക് കടന്നു ചെല്ലുന്നു. അവർ കേൾക്കുന്നു, അവർ വിശ്വസിക്കുന്നു, അവർ കീഴടങ്ങുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അവരെ കീഴ്പ്പെടുത്തുകയാണ്. അവർ ബന്ധിക്കപ്പെടുന്നു. ദൈവദൂതന്മാരും ഉണ്ട് അവിടെ. അവരിവരെയൊക്കെ എതിർക്കുന്നവരെ കീഴ്പ്പെടുത്തുന്നു, അവരെ നിർബന്ധപൂർവ്വം സ്വീകരിക്കുന്നു. പിശാചിൻ്റെ അടിമത്തിൽ ഒരു സ്വതന്ത്രരാകുന്നു, രക്ഷ പ്രാപിക്കുന്നു. ഈ ഒരു വലിയൊരു ശുശ്രൂഷ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ സുനിശ്ചിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളായി നഷ്ടപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാതെ കിടന്ന തടവറ കിടന്ന ആത്മാക്കൾ
ഇന്ന് രക്ഷയുടെ വെളിച്ചം അവർ കിട്ടിക്കഴിഞ്ഞു. അവർ രക്ഷപ്പെടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇന്ന് എവിടെയെങ്കിലും ശുശ്രൂഷ ഉണ്ടെങ്കിൽ കടന്നു ചെല്ലുമ്പോൾ ഇവിടെയൊക്കെ ലക്ഷക്കണക്കിന് അല്ലെ കോടിക്കണക്കിന് മണത്തരി പോലാണ് ആത്മാക്കൾ നിൽക്കുന്നത്. മനുഷ്യർ കുറവാണെങ്കിൽ പോലും ഇന്ന് വരെ അതിനെ തടസ്സപ്പെടുത്തിയിട്ടില്ല, മടുപ്പിച്ചിട്ടില്ല. കാരണം രക്ഷപ്പെടുന്ന ആത്മാക്കൾ അതിലും എത്രയോ അധികമായതുകൊണ്ട് ഏതൊരു ശുശ്രൂഷയിലും ജനം കുറവാണെങ്കിലും ആ ശുശ്രൂഷ നടത്തും. അതെല്ലാം അനേകർക്ക് ലോകത്തിലെ നാനാ ഇടങ്ങളിൽ സംഭവിക്കുക. നമുക്കതിൽ സന്തോഷിക്കാം, അഭിമാനിക്കാം. നിങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിലാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീഡിഷ് അഭിഷേകത്തെ ഊട്ടി ഉറപ്പിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു, മുന്നോട്ട് നയിക്കുന്നു. എന്നിട്ട് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. നമുക്ക് തിരിച്ചു വരാം. ഈ ബെസ്ത കുളത്തിൽ ഇതാ അവിടെ കിടക്കുന്ന ആ മനുഷ്യൻ, അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരുവൻ 38 വർഷമായി രോഗിയായിരുന്നു. അതിന് കടന്നു പോകുമ്പോൾ യേശു അറിയുകയാണ് ഇവൻ രോഗിയാണ്, അവൻ വളരെ നാളെ അവിടെ കിടപ്പിലാണ്. യേശു നേരെ ചോദിക്കുകയാണ്, നീ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ? മറുപടി പറഞ്ഞു, അത് വിളിച്ചത് കർത്താവേ എന്നാണ് വിളിച്ചത്. കർത്താവേ, വെള്ളം വിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല, ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ ചെന്നിരിക്കും. അങ്ങനെ മറ്റൊരു സൂപ്പിട്ട് പോവുകയും ഈ മനുഷ്യൻ ഓരോ ദിവസവും കാണുകയാണ്. ഓരോ പ്രാവശ്യം ദൂതൻ വരും. പലപ്പോഴും ദൂതൻ വരുന്നത്, ദൂതൻ വന്ന് ഇളകി കഴിയുമ്പോൾ ആരെങ്കിലും ഇറങ്ങും. ഇയാൾ ഒരു വിധത്തിലൊന്ന് വെള്ളത്തിൽ ചെല്ലാൻ ശ്രമിക്കുമ്പോഴേക്കും അടുത്തയാൾ ഇറങ്ങിപ്പോയി, സൂപ്പിട്ട് പോയി. ഓരോ പ്രാവശ്യം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വഴി പോലുമില്ല, ഒരു അവസ്ഥ പോലും ആരും സഹായിക്കാനായിട്ടില്ല. ഇതിങ്ങനെ അനേകം 100 കണക്കിന് രോഗികൾ സുഖപ്പെട്ടു പോകുന്നത് ഈ മനുഷ്യൻ കണ്ടു. എന്നിട്ടും അയാളെ എന്ത് ചെയ്തു? ആ ഇടം വിട്ടു പോയില്ല. അയാൾ യേശുവിനോട് പറയുകയാണ്, കർത്താവേ, വെള്ളം ഒഴുകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല, ഞാൻ ചെല്ലുമ്പോഴേക്കും മറ്റൊരു ഇറങ്ങി കഴിഞ്ഞിരിക്കും. അത് ഇവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കർത്താവിൻ്റെ അഭിഷേകത്തെ അത് ഉണർത്തി, യേശുവിൻ്റെ ആത്മാവിനെ അത് ഉണർത്തി. ഇവൻ പറയുകയാണ്, ഞാൻ ചെല്ലുമ്പോഴേക്കും വേറെ ഇറങ്ങി കഴിഞ്ഞിരിക്കും, എനിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവൻ്റെ ആ പ്രത്യാശ ദൈവം കാണുകയാണ്, യേശു കാണുകയാണ്. വലിയ പ്രത്യാശ. ഉടനെ യേശു പറയുക, get up, take up your mat and walk. എഴുന്നേൽക്കുക, നിന്റെ കിടക്ക എടുക്കുക, നടക്കുക. 3 കൽപ്പനയാണ് വന്നത് അവിടെ. എഴുന്നേൽക്കുക, കിടക്കയെടുക്കുക, നടക്കുക. അവൻ ചാടി എഴുന്നേറ്റെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ്റെ പ്രത്യാശയാണ്. എന്നെങ്കിലും ഈ ദൂതനെ അയക്കുന്ന ദൈവം തന്നെ കാണുന്നുണ്ട്, തൻ്റെ അവസ്ഥ കാണുന്നുണ്ട്. ആ ദൈവം തന്നെ അനുഗ്രഹിക്കും, തന്നെ വിടുവിക്കും, സുഖപ്പെടുത്തുമെന്ന് അവൻ പ്രത്യാശയോടെ കാത്തു നിന്നു. ആ പ്രത്യാശ കണ്ടുകൊണ്ടാണ് അന്ന് പരിശുദ്ധാത്മ യേശുവിനെ ആ കുളക്കര വഴി നടത്തിച്ചത്, കൊണ്ടുപോയത്, അവനെ സുഖപ്പെടുത്തിയത്. ഈ സംഭവത്തിന് ശേഷം അതേ അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനത്തിൽ, ഇത് യോഹന്നാൻ 5-ലാണ് ആദ്യം ഇത് വായിച്ചത്. പിന്നീട് 25-ാമത്തെ വചനം വായിക്കുന്ന ഈശോ പറയുകയാണ്, സത്യസത്യമായി നിങ്ങളോട് ഞാൻ പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു, ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. ഈ രോഗിയെ സുഖപ്പെടുത്തിയതിനു ശേഷം യഹൂദന്മാര് കുപിതരായി. കാരണം ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നു, 18-ാമത്തെ വചനം, ഇതുമൂലം അവനെ വധിക്കുവാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. 2 കാരണം കൊണ്ടാണ് യഹൂദന്മാർ യേശു വെറുതെ. ഒന്ന്, സാബത്തിൽ യേശു രോഗശാന്തി കൊടുത്തു, അന്ന് യേശുവിനെ സുഖപ്പെടുന്ന സാബത്ത് ദിവസത്തിൽ. 2, യേശു പറഞ്ഞു, എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പോൾ ദൈവത്തെ പിതാവെന്ന് വിളിച്ചതാണ് കുറ്റം. ഈ 2 കാരണങ്ങളാൽ യേശുവിനെ എതിർത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് വായിക്കും കാണാൻ സാധിക്കും. 25 യേശു പറയുകയാണ്, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, സത്യസത്യങ്ങളോട് ഞാൻ പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു, ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. വീണ്ടും 28-ാമത്തെ വചനത്തിൽ, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ടതെന്നാൽ കലറുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ ഉയർപ്പനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധി ഉയർപ്പനായും പുറത്തു വരും. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. കാരണം ഈ പറയുന്ന മരിച്ചവർ മരിച്ചവരാണ്, ഭൂമിയിൽ അടക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് വീണ്ടും ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചത്. നിങ്ങൾ വിസ്മയിക്കേണ്ടതെന്നാൽ കലറുള്ളവർ എന്ന് ഈശോയുടെ വാക്ക് ഉപയോഗിച്ചത് അതുകൊണ്ടാണ്. ഇത് ഭൂമിയിലുള്ള ഭാവിയെ കുറിച്ചല്ല. ഈ ഭൂമിയിൽ വേർപെട്ടു പോയ മരിച്ചവരുടെ ആത്മാക്കൾ
ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. യേശു കുരിശിൽ മരിച്ച് ആത്മാവിൽ നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് രക്ഷകവാടം തുറന്നു കൊടുത്തു. യേശു തുറന്ന നരകത്തെയാണ് മനുഷ്യൻ നിയമം കൊണ്ടുവന്ന് അടച്ചത്, രക്ഷയില്ല എന്ന് പറഞ്ഞ് അടച്ചത്. അത് തുറക്കാൻ പരിശ്രമം അന്യാവരെ ശ്രമിച്ചു, സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് 87 വർഷത്തിന് ശേഷം 81 വർഷത്തിന് ശേഷം 988 ഫാത്തിമയിലെ വെളിപാടിന് 81 വർഷം കഴിഞ്ഞ് 988 സ്വീഡിഷ് അഭിഷേകത്തെ അയച്ചു തന്ന് ഈ അഭിഷേകമാണ് എന്നെ പഠിപ്പിക്കുന്നത്. ആത്മാക്കളെ കുറിച്ച് പഠിപ്പിക്കുന്നു. എത്രയോ വർഷങ്ങളിലൂടെയാണല്ല പഠിപ്പിച്ചത്. 97 ആയപ്പോഴേക്കും ഇവർക്ക് രക്ഷയുണ്ടെന്ന് പഠിപ്പിക്കുന്നു. ഒരു പ്രസംഗിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു അഭിഷേകം, മനുഷ്യനെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വലിയ കാര്യങ്ങൾ അഭിഷേകം പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു തുറന്ന നരകത്തിൽ, ആ നരകത്തെയാണ് ഇന്ന് ദൈവം വീണ്ടും സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ നിയമം കൊണ്ട് അത് അടച്ചെങ്കിലും അത് തുറക്കപ്പെട്ടു. 997 മനുഷ്യരുടെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ നരകത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് ഇന്ന് സകലം മരിച്ചപ്പോഴേക്കും കർത്താവിൻ്റെ വചനം കടന്നു ചെല്ലുകയാണ്. കാരണം നിത്യനരകം, നിത്യമായ ശിക്ഷ സംഭവിക്കുക ക്രിസ്തു രണ്ടാം വരവിന് ശേഷം മാത്രമാണ് എന്ന് വെളിപാട് പുസ്തകം 20 വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. യേശു രണ്ടാം വരവിന് ശേഷം, അന്ത്യവിധിക്ക് ശേഷം മാത്രമാണ് നിത്യമായ നരകം, നിത്യമായ ശിക്ഷ സംഭവിക്കുക. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞുമെന്നാണ് ഇപ്പം ഉള്ള പഠനം. അതാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയെ നടപ്പിലാക്കിയേ പറ്റൂ, അത് നിറവേറ്റിയേ പറ്റൂ. കാരണം ഈ കോടിക്കണക്കിന് മനുഷ്യർ ആത്മാക്കളെ വീണ്ടെടുക്കപ്പെടണം. അതിനുവേണ്ടി കർത്താവ് ചെയ്ത പ്രവൃത്തിയാണ് സ്വീഡിഷ് അഭിഷേകത്തെ. ഈ പേര് കർത്താവ് എന്ന പേര് തന്നെയാണ്. സ്വർഗത്തിൽ അയക്കപ്പെട്ട പേരല്ല, ഞാനുണ്ടാക്കിയ പേരല്ല. 3 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എഴുതി കാണിച്ചിട്ടുണ്ട് സ്പിരിറ്റ് ഇൻ ജീസസ്. എന്താണെന്ന് അറിയില്ലായിരുന്നു. ഒരു കള്ളാത്തിൽ ബുക്കിൽ എഴുതി വെച്ചു. 20 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അറിവ് കിട്ടുന്നത് എന്താണ് സ്പിരിറ്റ് ഇൻ ജീസസ്. യേശുവിലുള്ള ആത്മാവ്. യേശു ജോർദാനിൽ സ്ഥാനപ്പെട്ടപ്പോൾ യേശുവിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മ അഭിഷേകം, അതാണ് സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന് പറയുന്നത്. യേശു സ്വീകരിച്ച അഭിഷേകം. ആ അഭിഷേകത്തെ ഈ അവസാന നാളുകളിൽ ദൈവം വീണ്ടും ലോകത്തിലേക്ക് അയച്ചു, അഭിഷേകത്തെ അയച്ചു. അഭിഷേകമാണ് ഇന്ന് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മനുഷ്യരെക്കുറിച്ച് ഒത്തിരിയേറെ പഠനങ്ങൾ സ്പിരിറ്റിലൂടെ വന്നിട്ടുള്ളത്. കാരണം യേശു ചെയ്ത പ്രവൃത്തികളെ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. പിശാച് ഇവിടെയൊക്കെ തടസ്സങ്ങളുണ്ടാക്കിയോ, മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളൊക്കെ തകർത്ത് കളഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളും ഈ തലമുറയിൽ നിറവേറപ്പെടുകയാണ് സ്പിരിറ്റ് ഇൻ ജീസസിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മരിച്ചവർക്ക് ഉയർപ്പുണ്ട്, എല്ലാവർക്കും ഉയർപ്പുണ്ട്. എല്ലാ മരിച്ചവർക്കും വീണ്ടെടുപ്പുണ്ട്, രക്ഷയുണ്ട്. ആയതിനാൽ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ തലമുറകൾ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ അതിനുവേണ്ടി സമയം കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ചില ആൾക്കാർ പറയും, എപ്പോഴാണ് ധ്യാനം കൂടി? 10 വർഷം മുമ്പ് ധ്യാനം കൂടുക, എന്ത് കാര്യമുണ്ട്? അല്ല 20 വർഷം മുമ്പ് ധ്യാനം കൂടി, ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങളൊരു ധ്യാനം കൂടിയാൽ ഞാൻ പറയും, നിങ്ങൾ അടിക്കടി വർഷത്തിൽ ഒരു ധ്യാനം കൂടണം. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ധ്യാനം കൂടണം. നിങ്ങൾ കൂടുമ്പോൾ നിങ്ങളിലൂടെ നിങ്ങളുടെ തലമുറയിലേക്ക് വചനം കടന്നു ചെല്ലും, ഇവിടെ വിടുതലുണ്ടാകും. ഹല്ലേലൂയ. ഈ അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷയിലൂടെ പരിശുദ്ധ കന്യാമറിയം നിങ്ങളെല്ലാം ജീവിതത്തിൽ ഇടപെടട്ടെ. നിരന്തരമായ ജപമാല പ്രാർത്ഥനയിലൂടെ എല്ലാ ദിവസവും ഒരു 153 മണി ജപമെങ്കിലും ചൊല്ലി തലമുറയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. പിതാക്കന്മാർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അത് പരിശുദ്ധമായി സ്വീകരിക്കുകയാണ്. ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത തലമുറകളെ ഇത് പരിശുദ്ധമറിയം വീണ്ടെടുക്കും. അവരെ വചനം കേൾക്കാൻ, അതാണ് സംഭവിക്കുക. അങ്ങനെയുള്ള ആത്മാക്കളെ അനുവദിക്കുകയാണ് വചനം കേൾക്കാൻ. കാരണം വചനം കേട്ട് സത്യം അറിഞ്ഞ് യേശുവിനെ കർത്താവ് സ്വീകരിച്ച് വേണം രക്ഷപ്പെട്ടു പോകുവാനായിട്ട്. നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാക്കൾ രക്ഷപ്പെട്ടു പോവുകയല്ല. ചെറിയ പാപങ്ങൾ കെട്ടപ്പെട്ട് കിടന്ന് രക്ഷപ്പെട്ടു പോകും. പക്ഷേ അല്ലാതെ നഷ്ടപ്പെട്ട് കിടക്കുന്ന ആത്മാക്കളാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ എത്രമാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അത്രയും അധികമായി അത് അവരുടെ രക്ഷയ്ക്ക് സഹായകമായിട്ട് മാറുകയാണ്. അവരെ വചനം കേൾക്കാൻ അനുവദിക്കുന്നു, അവർ വചനം കേൾക്കുന്നു. അങ്ങനെ പിന്നീട് അവർ രക്ഷപ്പെട്ട് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. വലിയൊരു അത്ഭുതകരമായ ഒരു വലിയ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് നമ്മളെല്ലാം പങ്കാളികളായിരിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ, കൂട്ടായ്മയിലുള്ളവർ എല്ലാം ഇവരുടെ പ്രത്യാശയുടെ ഈ അഭിഷേകത്തെ സ്വീകരിച്ച് ഇതിൽ ഉറച്ചു നിന്ന് ഇതിൽ വളരണം. ക്രിസ്തുവിൻ്റെ സഭയെ നമ്മൾ വീണ്ടെടുക്കണം, മോചിപ്പിക്കണം, സ്വതന്ത്രമാക്കണം. പിശാചിൻ്റെ പിടിയിൽ നിന്ന്, അവൻ്റെ ഭരണത്തിൽ നിന്ന് സഭയെ വിടുവിക്കണം. അത് കർത്താവിൻ്റെ പദ്ധതിയാണത്. അത് ആ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടത് നമ്മളെയാണ്, സ്പിരിറ്റ് ജീസസിനെയാണ്.
അതുകൊണ്ട് തന്നെ സാത്താൻ ആക്രമിച്ചു, സഭയ്ക്ക് പുറത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി വെച്ചു. പക്ഷെ നമ്മൾ പരാജിതരല്ല, നമ്മൾ ജയിച്ചവരാണ്. നമ്മൾ ജയിക്കും, പൂർണ്ണമായി നമ്മൾ ജയിക്കും. ആഗോള സഭയുടെ മേൽ സ്പിരിറ്റിന്റെ അഭിഷേകത്തിന് അധികാരം ഇറങ്ങിച്ചെല്ലും. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റിരിക്കാം. നമുക്ക് താൻ നന്ദി പറയാം. ഈ 2 ദിവസക്കാലം ഈ കോട്ടയം നഗരത്തിൽ ഇവിടെ പ്രഘോഷിക്കപ്പെട്ട വചനം ഇത് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നരകത്തിലും ഈ ശബ്ദം മുഴങ്ങി, ഈ വചനം കടന്നു ചെന്നു. മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. വരുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞു എന്നുള്ളത് യേശു കുരിശിൽ മരിച്ചപ്പോൾ സംഭവിച്ച കാര്യമാണ്. യേശു നരകത്തിലേക്ക് പോയി, എന്നാൽ വരുന്നു സംഭവിക്കാൻ പോകുന്ന കാര്യം, ഒരു കാലയളവ്. അത് പറഞ്ഞു, അപ്പോൾ നന്മ ചെയ്തവർ അവർ ജീവൻ ഉയർപ്പിനായി പുറത്തു വരും, തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കും. അപ്പോൾ നന്മ ചെയ്തവർ, ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടുമ്പോൾ നന്മ ചെയ്തവർ, എന്താണ് നന്മ? അത് വിശ്വസിച്ചു. മരിച്ചവര് ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടുമ്പോൾ അവരത് വിശ്വസിക്കുന്നു, അവര് അത് സ്വീകരിക്കുന്നു, രക്ഷ പ്രാപിക്കുന്നു. എന്നാൽ ഇതിനെ എതിർക്കുന്നവർ, തിരസ്കരിക്കുന്നവർ, അവർ രക്ഷപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവം നിഷേധികളായിട്ട് മരിച്ചുപോയ പിതാക്കന്മാരുണ്ടെങ്കിൽ, തലമുറകളുണ്ടെങ്കിൽ, പ്രത്യേകമായിട്ടും 1-ാം പ്രമാണ ലംഘനത്തിൽ മരിച്ചവരാണെങ്കിൽ ദൈവം നിഷേധികളാണ്. അവർക്ക് ഹൃദയം കഠിനമാണ്, അവർക്ക് കേൾക്കാൻ പറ്റില്ല, വരാൻ പറ്റില്ല, അവർ അതിൽ എതിർത്ത് നിൽക്കും. ഇവിടെ നമ്മുടെ പ്രാർത്ഥന കൂടുതൽ ആവശ്യമുള്ളത് നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് തള്ളിപ്പറഞ്ഞ് ജീവിച്ച് മരിച്ചുപോയ ദൈവനിഷേധികളായ പിതാക്കന്മാരോട് പ്രത്യേകമാവിധം കരുണ കാണിക്കുവാൻ ജപമാലയുടെ എണ്ണം കൂട്ടി പ്രാർത്ഥിച്ച്, ജപമാലയുടെ എണ്ണം കൂട്ടി, കാരണം ജപമാല ഓരോ ദൈവകൃപ നിറഞ്ഞ മറിയും ഒരു അഗ്നിയാണ്, ഒരു ബോംബ് പോലാണ്. ശത്രുവിനെ തകർക്കുന്ന ശക്തിയാണത്, അതിന് അധികാരമുണ്ട്. ശത്രുവിൻ്റെ തലയെ തകർക്കും. അങ്ങനെയാണ് അവൻ്റെ തല തകർക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥനയിൽ വളരാം, ശക്തരാകാം, വിശുദ്ധരാകാം. ഈ ലോകത്തെ നേടിയെടുക്കാൻ, ഈ ലോകത്തിന് മേൽ ദൈവത്തിൻ്റെ സംസ്കാരം കൊണ്ടുവരാൻ, പിശാചിന്റെ സംസ്കാരത്തെ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റാൻ സ്പിരിറ്റസ് പ്രതിജ്ഞാബദ്ധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗത്തോടൊപ്പം നിന്നുകൊണ്ട് വിശുദ്ധ കന്യാമറിയത്തോടും വിശുദ്ധ മിഖായേലിനോടും സ്വർഗീയ സൈന്യങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ. ശത്രുവിൻ്റെ എല്ലാ കോട്ടകളെയും തകർത്ത് തരിപ്പണമാക്കി കളയാം. നഷ്ടപ്പെട്ടു പോയ അടിമതി കിടക്കുന്ന കൂടിക്കണം ആത്മാക്കളെ നമുക്ക് വീണ്ടെടുക്കാം. നമുക്ക് അതിനുവേണ്ടി തീരുമാനമെടുക്കാം. കണ്ണുകളടയ്ക്കാം, നമ്മൾ തന്നെ സമർപ്പിക്കാം. വിശുദ്ധമായ ബലിയായിട്ട് നമ്മൾ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഈ 2 ദിവസക്കാലത്തെ ശുശ്രൂഷകളിലൂടെ അവിടെ നൽകിയ വിടുതൽ, അവിടെ നൽകിയ അഭിഷേകം, അവിടെ നൽകിയ അനുഗ്രഹം നന്ദി പറയുകയാണ്. എൻ്റെ ദൈവമേ, ആ ബേസ്വതയിലെ കുളക്കര കാത്തുകിടന്ന ആ മനുഷ്യൻ, 38 വർഷം രോഗിയായിരുന്നവൻ, ഇതുപോലെ കാത്തുകിടക്കുന്ന കോടിക്കണക്ക് മനുഷ്യ ആത്മാക്കളുണ്ട്. നഷ്ടപ്പെട്ട് കിടക്കുന്ന കോടിക്കണക്ക് ആത്മാക്കളുണ്ട്. ആരും ശ്രദ്ധിക്കാനില്ല, ആരും പ്രാർത്ഥിക്കാനില്ല, ആരും സഹായിക്കാനില്ല. നഷ്ടപ്പെട്ട കോടിക്കണക്ക് ആത്മാക്കൾ. ദൈവം ഒരു കരുണയുള്ളവനാണ്. 38 വർഷമായി എപ്പോഴെങ്കിലും മാലാഖ വന്ന് വെള്ളം ഇളക്കുമ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് പ്രത്യാശ കാത്തുകിടന്നവനെ പോലെ എന്തെങ്കിലും ഒരു സമയം ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകുമോ? മരണഭയത്തിൽ കിടക്കുന്ന നമ്മുടെ പിതാക്കന്മാരും തലമുറകളും അവരുടെ നിലവിളി ദൈവം കേൾക്കുന്നു, കാണുന്നുണ്ട്. അവരെല്ലാം ഞങ്ങൾ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്ന പിതാവേ, ആ 38 വർഷം രോഗിയായവനെ അവിടെ കടന്നു ചെന്ന് സുഖപ്പെടുത്തി യേശുവിൻ്റെ വലിയ കാരുണ്യം ഇന്ന ദിവസങ്ങളുടെ പിതാക്കന്മാരെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ തലമുറകളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകമായിട്ട് ദൈവം നിഷേധികളായി 1 മുതൽ 10 വരെയുള്ള പ്രമാണങ്ങൾ ലംഘിച്ച് കൊടിയ പാപത്തിലും മാരക പാപത്തിലും നഷ്ടപ്പെട്ട സാത്താൻ അടിമതി കിടക്കുന്ന അശുദ്ധാത്മാക്കൾ കിടക്കുന്ന ഓരോ ആത്മാക്കളും ആ തലമുറയിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവേ അങ്ങ് ഇടവരുത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങൾ നിലവിളിക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷയോടെ അവർക്ക് വേണ്ടി അടുത്ത മുമ്പിൽ നോക്കുകയാണ്. ദൈവമേ, എപ്പോഴാണ് അവർക്ക് സഹായം വരിക? ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, ഞങ്ങൾ നിലവിളിക്കുന്നു. കയ്യിൽ കൊടുത്ത് പിടിക്കാം സ്വർഗത്തിലേക്ക്. ആ തളർവാദ രോഗിയെ പോലെ, അവൻ്റെ പ്രത്യാശ പോലെ നമുക്ക് പ്രത്യാശയോടെ നോക്കാം കർത്താവിനെ. നഷ്ടപ്പെട്ട എൻ്റെ തലമുറ, എൻ്റെ പിതാക്കന്മാരും എൻ്റെ രക്തമാണ്. അവർ ഞാനുമായി ബന്ധപ്പെട്ടവരാണ്. അവരെ രക്ഷിക്കേണ്ട എൻ്റെ വിളി ഉത്തരവാദിത്തമാണ്. അത് സംഭവിക്കണമെങ്കിൽ ഞാൻ വിശുദ്ധമായിട്ട് ജീവിക്കണം. ഞാൻ വചനപ്രകാരം വിശുദ്ധമായിട്ട് ജീവിക്കണം. പാപത്തിൽ ജീവിച്ചാൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാകില്ല. വിശുദ്ധരായി ജീവിച്ചുകൊണ്ട്
പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നവരായി ദൈവത്തിൻ്റെ മക്കളെ തീരട്ടെ. അവിടെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടാകും. നിന്റെ പിതാക്കന്മാർ ഓരോരുത്തരായി തടവറകളതും പുറത്തു വരിക തന്നെ ചെയ്യും. അവർ ദൈവം സ്വതന്ത്രമാക്കും. അതിനാൽ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ആ തളർവാദ രോഗിയെ പോലെ പ്രത്യാശയുടെ അങ്ങേക്ക് നോക്കുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി, അവർ തടവറയിൽ നിന്ന് പുറത്തു വരും. കർത്താവേ, അവരെ വിടുവിക്കണമേ, വചനം അയച്ച് വിടുവിക്കണമേ, വചനം അയച്ച് തടവറകളെ തകർക്കണമേ, അവരെ വീണ്ടെടുക്കണമേ. യേശുവേ, 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 തടവറകളെ തകർക്കണമേ, അടിമകളെ പുറത്തു കൊണ്ടുവരണമേ, സ്വതന്ത്രമാക്കണമേ, മോചിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന ദൈവമേ, നന്ദി, സ്തോത്രം, അങ്ങേക്ക് മഹത്വം, ആരാധന. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി. ദുഷ്ടസർപ്പത്തിന്റെ തലയെ തകർക്കാൻ അയക്കപ്പെട്ട സ്ത്രീയെ പരിശുദ്ധ കന്യാമറിയത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ, ശത്രുവിൻ്റെ തലയെ തകർത്ത് അവൻ്റെ അടിമത്തത്തിൽ നിന്ന് ഓരോ ആത്മാക്കളെയും മോചിപ്പിക്കുവാൻ കരുണയായിരിക്കണമേ. നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ ജപമാലകളും ശത്രുവിന് മേലുള്ള പ്രഹരമായിരിക്കട്ടെ. ഓരോ ദൈവകൃപ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥനകളും അഗ്നിയായിട്ട് മാറട്ടെ. ശത്രുക്കൾ തകർക്കപ്പെടട്ടെ, അടിമകൾ സ്വതന്ത്രരാക്കപ്പെടട്ടെ, പിതാക്കന്മാർ സ്വതന്ത്രരാകട്ടെ, അവർ രക്ഷ പ്രാപിക്കട്ടെ. കർത്താവേ, കരുണ കാണിക്കണമേ. ഈ ദിവസങ്ങളിൽ ഈ സുവിശേഷം കേട്ട വചനം ശ്രമിച്ച എല്ലാ തലമുറകളെയും കർത്താവിന്റെ നാമത്തിൽ ബന്ധിച്ച് സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്താൽ കഴുകപ്പെട്ടവരായി, രൂപാന്തരപ്പെട്ടവരായി, ദൈവത്തിൻ്റെ ജനമായി അവർക്ക് കർത്താവിനെ പ്രാപിക്കാൻ സാധിക്കണം. ദൈവത്തിൻ്റെ വചനമാണ് കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. സകല തലമുറകളും സകല ആത്മാക്കളും കർത്താവിൻ്റെ വചനം കേൾക്കട്ടെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കട്ടെ. ഇതാ രക്ഷയുടെ നിമിഷമാണ് നിങ്ങൾക്ക്, ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ നിമിഷമാണിത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ രക്ഷ പ്രാപിക്കും, നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. വിശ്വസിക്കട്ടെ, യേശുവിൽ വിശ്വസിക്കട്ടെ, കർത്താവ് യേശുവിൽ വിശ്വസിക്കട്ടെ, യേശുവിൽ വിശ്വസിക്കട്ടെ, നീ രക്ഷ പ്രാപിക്കട്ടെ, നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ഓ പിതാക്കന്മാരെ, തലമുറകളെ, ആത്മാക്കളെ, കർത്താവിന്റെ വചനം കേൾക്കുക. യേശു ക്രിസ്തു നാമത്തിലുള്ള നിന്റെ വിശ്വാസത്താൽ നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തലമുറകളെ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. Be free, be free, be free. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൈകൾ അടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്താൽ കഴുകപ്പെട്ട് വിശദീകരിക്കപ്പെട്ടവരായി ഈ മക്കൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ 3:5 യേശു അരുളി ചെയ്തു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ഈ തലമുറകളെല്ലാം, ആത്മാക്കളെല്ലാം ദൈവത്തിൻ്റെ വചനമെന്ന ജലം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ട് ഇപ്പോൾ സ്നാനപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെയും മുദ്ര, ആധിപത്യം ഒരാത്മാക്കളിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ രക്തത്താൽ അവരെല്ലാം മുദ്രിതരായിരിക്കട്ടെ. അവരെല്ലാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കട്ടെ. അവർ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് മാറട്ടെ. ദൈവരാജ്യത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ യോഗ്യരായി തീരട്ടെ. പിതാവ് ദൈവമേ, അവരെ പേരിൽ വിളിച്ച് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേലോടും സ്വർഗീയ സൈന്യങ്ങളോടും പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് ഇവരെ സ്വീകരിക്കണമേ, ഇവരെ ശേഖരിക്കണമേ, ഇവരെ കൂട്ടിക്കൊണ്ടുപോകണമേ. സ്വർഗീയ കഴിഞ്ഞു പോയ എത്രയോ കാലങ്ങളായി തീയിൽ പീഡിപ്പിക്കപ്പെട്ട് കഠിനവേദന സഹിച്ച ഇവിടെ ഓരോ സഹനങ്ങളും ഇവിടെ ശുദ്ധീകരണത്തിന് കാരണമാക്കി മാറ്റണമേ. സ്വർഗീയ സൗഭാഗ്യത്തിൽ യോഗ്യരായി തീരട്ടെ. സ്വർഗീയ പ്രതീക്ഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇവരെല്ലാവരും കൂട്ടിക്കൊണ്ടുപോയാലും നിങ്ങളെ വിട്ടുതരുന്നു.
ഞങ്ങളുടെ മേലുള്ള സ്വാധീനങ്ങളെ വിച്ഛേദിച്ചുകൊണ്ട് കുടുംബങ്ങളിലുള്ള സമ്പത്തിലുള്ള വസ്തുക്കളിലുള്ള ഭൂമിയിലുള്ള ഇവിടെ എല്ലാ അവകാശങ്ങളെയും വിച്ഛേദിച്ചുകൊണ്ട് എല്ലാവരും വിട്ടുതരുന്നു. ഇവിടെ കൈകുത്തി പിടിച്ച് തന്നെ ശ്രദ്ധിക്കുക. ആത്മാക്കളെ വിട്ടുകൊടുത്തുകൊണ്ട് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. ആരാധിക്കുന്നു. നന്ദി ദൈവമേ, നന്ദി, സ്തോത്രം, അങ്ങേക്കും മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ആരാധന. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പിതാക്കന്മാർ വീഴുന്ന എല്ലാ ശാപങ്ങളിൽ നിന്നും പാരമ്പര്യമായ രോഗങ്ങളിൽ നിന്നും സാമ്പത്തിക ഭാരങ്ങളിൽ നിന്ന് കടഭാരങ്ങളിൽ നിന്ന് കുടുംബ തകർച്ചകളിൽ നിന്ന് ഏതെല്ലാം മേഖലയിൽ ഞെരുക്കപ്പെട്ടോടെ എല്ലാം വിടുതലുണ്ടാകട്ടെ. അവിടെയെല്ലാം വിടുതലുണ്ടാകട്ടെ. യേശുവിന്റെ സമാധാനം നിങ്ങളെ ഭരിക്കട്ടെ. കർത്താവിൻ്റെ വാഗ്ദാനമായ അനുഗ്രഹങ്ങൾ അവിടുത്തെ മനുഷ്യർക്ക് ദാനങ്ങൾ നൽകി. ഇത് അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ. ഇരു കൈകളും ശിരസിൽ വയ്ക്കാം. വിശ്വാസപൂർവ്വം ദൈവമേ, അവിടുത്തെ വാഗ്ദാനമായ അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം, ഇസ്ഹാക്കിന് ലഭിച്ച അനുഗ്രഹം, യാക്കോബിന് കിട്ടിയ അനുഗ്രഹം ഇത് ഞാൻ അവകാശം പറയുകയാണ്. എൻ്റെ യേശു എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചത് കൊണ്ട്, ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇത് എനിക്ക് അവകാശമുണ്ട്. അബ്രാഹത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ ഞാൻ അവകാശിയാണ്. എനിക്ക് അവകാശമുണ്ട്, എനിക്ക് അവകാശമുണ്ട്. എനിക്കത് നൽകണമേ. അതുകൊണ്ട് എന്നെ നിറയ്ക്കണമേ. യേശുവേ, എന്നെ വിടുവിച്ച് അനുഗ്രഹിക്കണമേ. എന്റെ സാമ്പത്തിക മേലെ അനുഗ്രഹിക്കണമേ. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എന്റെ ആത്മീയ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഓ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ശ്രുതിക്കുന്നു, ശ്രുതിക്കുന്നു, ശ്രുതിക്കുന്നു. യേശുവേ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. കർത്താവിന്റെ അനുഗ്രഹം സമർത്ഥമായി വർഷിക്കപ്പെടുകയാണ്. സമർത്ഥന വർഷിക്കപ്പെടുകയാണ്. ഈ കഴിഞ്ഞുപോയ നാളുകളിൽ പിതാക്കന്മാർ ചെയ്തു പോയ അകൃത്യങ്ങളിലൂടെ അവർ തടഞ്ഞു വെച്ച, അവർ മൂലം തടയപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, ദൈവമേ, എൻ്റെ പിതാക്കന്മാർ നഷ്ടപ്പെട്ട ആത്മാക്കള് ചെയ്തുപോയ പാപങ്ങളുടെ അവർ തടഞ്ഞു വെച്ച എല്ലാ ദൈവ അനുഗ്രഹങ്ങളെ, എല്ലാ വാഗ്ദാനങ്ങളെ ഞാനിതാ പ്രാപിക്കുന്നു. ഇപ്പോൾ ഞാൻ അവകാശപ്പെടുത്തി ചോദിക്കുന്നു, എനിക്ക് വേണം ദൈവമേ, എനിക്ക് വേണം എൻ്റെ കർത്താവേ, എനിക്ക് അനുഗ്രഹിക്കപ്പെടണം എൻ്റെ ദൈവമേ. ഈ തലമുറ എനിക്ക് അനുഗ്രഹമായി ജീവിക്കണം, എനിക്ക് അനുഗ്രഹമായിട്ട് ജീവിക്കണം. എന്നെ അനുഗ്രഹിച്ചാലും, എന്നെ അനുഗ്രഹിച്ചാലും, എന്നെ അനുഗ്രഹിച്ചാലും കർത്താവേ, ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ അനുഗ്രഹമായിരിക്കട്ടെ, ഞാൻ അനുഗ്രഹമായിരിക്കട്ടെ. തന്നെ വീണ്ടും സ്തുതിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. നിങ്ങൾ ഹൃദയത്തിൽ കണ്ണടച്ച് നിങ്ങൾ അവകാശം പറയണം. അത് പറഞ്ഞു, മുട്ടുവീൺ തുറക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. തുറക്കാത്ത വാതിൽ നിങ്ങൾ മുട്ട് തുറക്കും. ചോദ്യവീൺ തരപ്പെടുമെന്ന് പറഞ്ഞു. നിങ്ങൾ മുട്ടി തുറന്നേ. നിങ്ങൾ മുട്ടിയാൽ തുറക്കാത്ത വാതിലുണ്ടോ? നിങ്ങൾ സ്വന്തം വീട്ടിൽ വന്ന് പുറത്തു വന്നുകൊണ്ട് വാതിൽ തട്ടി വിളിക്കുകയാണ്. ഒരു പാതിരാത്രിക്ക് വീട്ടിൽ ചെന്നു, വീട്ടിൽ കയറാൻ വഴിയില്ല, വാതിൽ അടച്ചു കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ വിളിക്കുന്നു, അപ്പനെ വിളിക്കുന്നു, അമ്മയെ വിളിക്കുന്നു. ആരെങ്കിലും വന്ന് വാതിൽ തുറന്നു തരും. കർത്താവ് പറയും, നിങ്ങൾ മുട്ടുവിൻ, നീ മുട്ട്, നീ നിർബന്ധമായിട്ട് പറ, ദൈവം എനിക്ക് വേണം, എനിക്ക് അനുഗ്രഹം പറ്റിയേ കിട്ടിയേ പറ്റൂ, എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടേ പറ്റൂ കർത്താവേ, എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ ദൈവമേ. നിർബന്ധമായിട്ട് പറ, നിർബന്ധമായിട്ട് നീ പറഞ്ഞേ, എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ കർത്താവേ. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം എനിക്ക് ലഭിച്ചേ പറ്റൂ. ഈ തലമുറയിൽ സ്പിഡിഷന്റെ മക്കൾക്ക് ലഭിച്ചേ പറ്റൂ കർത്താവേ. സ്പിഡിഷന്റെ മക്കൾക്ക് അത് ലഭിച്ചേ പറ്റൂ ദൈവമേ. കൊടുത്തേ പറ്റൂ കർത്താവേ. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവേ. അപ്പോ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവമേ. ഹല്ലേലൂയ. എൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഗ്ലോറി. നീയൊരു അനുഗ്രഹമായിരിക്കട്ടെ, നീയൊരു അനുഗ്രഹമായിരിക്കട്ടെ, നീയൊരു അനുഗ്രഹമായിരിക്കട്ടെ. തന്നെ സ്തുതിക്കണം, സ്തുതിക്കണം, വീണ്ടും സ്തുതിക്കുക, ശക്തമായിട്ട് സ്തുതിക്കുക, ശക്തിയോടെ സ്തുതിക്കുക. ഹല്ലേലൂയ.
നിങ്ങൾ വിശ്വാസപൂർവ്വം പ്രഖ്യാപിക്കണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നീ സ്വയം പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാനൊരു അനുഗ്രഹമാണ്, ഞാനൊരു അനുഗ്രഹമാണ്. നീ ശാപമാണെന്ന് വല്ലതും പറഞ്ഞില്ലേ? നീ ഒരു അനുഗ്രഹമാണ്. യു ആർ എ ബ്ലെസ്സിംഗ്. നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി. കയ്യിൽ അടിച്ചുകൊണ്ട് കൈകൊട്ടിക്കൊണ്ട് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം, ഗ്ലോറി. ശക്തമായി ശക്തമായി കൈലടിച്ചുകൊണ്ട് സ്തോത്രം, ഗ്ലോറി. എല്ലാ 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 ആധിപത്യവും കീഴടങ്ങട്ടെ, എല്ലാ മുതലും മടങ്ങട്ടെ, വിട്ടുമാറട്ടെ, കീഴടങ്ങട്ടെ. നദിപതിയേ ആനന്ദ കൃപാ പേരും നദിയേ, അനുഗ്രഹത്തിൻ നദിപതിയേ ആനന്ദ കൃപാ പേരും നദിയേ, അനുദിനം നിൻ പദഗതിയേ അടിയനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പദഗതിയേ അടിയനു നിൻ കൃപമതിയേ, അനുഗ്രഹത്തിൻ നദിപതിയേ ആനന്ദ കൃപാ പേരും നദിയേ, അനുഗ്രഹത്തിൻ നദിപതിയേ ആനന്ദ കൃപാ പേരും നദിയേ, വൻവിനകൾ വന്നിടുകൾ വലയുകയിൽ ഹൃദയം, വൻവിനകൾ വന്നിടുകൾ വലയുകയിൽ ഹൃദയം, വല്ലഭനീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം, വല്ലഭനീ എന്ന ഭയം തന്നിടുമോ പിന്നെ ഭയം, അനുഗ്രഹത്തിൻ നദിപതിയേ ആനന്ദ കൃപാ പേരും നദിയേ, അനുഗ്രഹത്തിൻ നദിപതിയേ ആനന്ദ കൃപാ പേരും നദിയേ, തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയും, തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയും, തള്ളിടുമോ ഏഴയെന്നെ തീരുമോ നിൻ സ്നേഹമെന്നിൽ, തള്ളിടുമോ ഏഴയെന്നെ തീരുമോ സ്നേഹമെന്നിൽ, അനുഗ്രഹത്തിൻ നദിപതിയേ ആനന്ദ കൃപാ പേരും നദിയേ, അനുഗ്രഹത്തിൻ നദിപതിയേ ആനന്ദ കൃപാ പേരും നദിയേ, അനുഗ്രഹത്തിൻ നദിപതിയേ ആനന്ദ കൃപാ പേരും നദിയേ, അനുഗ്രഹത്തിൻ നദിപതിയേ ആനന്ദ കൃപാ പേരും നദിയേ. ഹല്ലേലൂയ 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 കണ്ണുകളെ അടച്ച് ഇരുകൈകളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കർത്താവിൻ്റെ മഹത്തമമായ അനുഗ്രഹം നമുക്ക് വ്യക്തിഗതമായി പ്രാപിച്ചെടുക്കാം. ഇന്ന് കർത്താവ്
തൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി കൊണ്ട് എന്നെ മകുടം അണിയിക്കുന്ന, നിറച്ച് അമർത്തി കുലുക്കി നിറച്ച് അളന്ന് ദൈവം അനുഗ്രഹിച്ച ഒരു വിശുദ്ധ സാബത്ത് ഇത് പൂർത്തിയാകുകയാണ്. ദൈവത്തിൻ്റെ മഹാകാരുണ്യം നിങ്ങളുടെ കർത്താവ് നിങ്ങളെ ഓർമ്മിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് ഓർമ്മിക്കട്ടെ. എൻ്റെ നിലവിളികളും കണ്ണുനീരുകളും എൻ്റെ ആവശ്യങ്ങളും കർത്താവിൻ്റെ ഓർമ്മയിൽ വരട്ടെ. തൻ്റെ ഭക്തർ ഉറങ്ങുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് നൽകുന്ന ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചേർത്ത് വയ്ക്കട്ടെ. കണ്ണുകളെ അടച്ച് നമുക്ക് ഈ വചനം സ്വീകരിക്കാം. എസെക്കിയേൽ പ്രവചന ഗ്രന്ഥം 36-ാം അധ്യായം 24 മുതലുള്ള വചനം. ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും ആയിരിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും. നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല. പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും. കർത്താവായ ദൈവം തൻ്റെ വചനത്തിൽ വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും, നിൻ്റെ ഹൃദയം ഒരു പുതിയ ഹൃദയം, വചനമനുസരിക്കുന്ന, കൽപ്പന പാലിക്കുന്ന ഒരു പുതിയ ഹൃദയം അവിടുന്ന് നിനക്ക് നൽകട്ടെ. ദൈവത്തിൻ്റെ വഴികളിൽ ശരിക്കാൻ വിശ്വാസമുള്ളൊരു ഹൃദയം കർത്താവ് നിനക്ക് നൽകട്ടെ. ഈ വചനത്തിൽ അവിടുന്ന് വാഗ്ദാനം നൽകിയ എല്ലാ നന്മകളാലും കർത്താവിൽ നിങ്ങളെല്ലാവരും സമ്പന്നരും അനുഗ്രഹീതരും ശക്തരുമായി തീരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ തിരുവചനം ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറ്റമില്ലാത്ത അങ്ങയുടെ വചനത്താൽ അവിടുന്ന് ഈ ജനത്തെ ശക്തരാക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും. നിങ്ങൾക്ക് പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ കടങ്ങളും ഒഴിഞ്ഞു പോകട്ടെ. എല്ലാ ഇല്ലായ്മയും വിട്ടു മാറട്ടെ. ആരോഗ്യവും ശക്തിയും ഉണ്ടാകട്ടെ. നല്ല ജോലി ലഭിക്കട്ടെ. നല്ല വരുമാനം ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ പോറ്റുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അടഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ. അനുഗ്രഹത്തിൻ്റെ പുതിയ വഴികൾ ഉണ്ടാകട്ടെ. നിന്റെ അധ്വാനം കൊണ്ട് നിനക്ക് അവകാശമുള്ള, നമുക്ക് അവകാശമുള്ള 2 സമ്പത്താണ് ജീവിക്കാൻ. ഒന്ന് നമ്മുടെ പിതൃസ്വത്തായിരിക്കണം. 2 നമ്മുടെ നെറ്റിയിലെ വീർപ്പ് കൊണ്ട് നമ്മൾ അധ്വാനിച്ചതായിരിക്കണം. ഇങ്ങനെ 2 സ്വത്തിനാണ് ഈ ജീവിതത്തിൽ നമുക്ക് അവകാശമുള്ളത്. ഇതെടുത്ത് നമുക്ക് ചെലവ് ചെയ്ത് ജീവിക്കാം. ഈ 2 സ്വത്താണ്. ഒന്ന് പിതൃസ്വത്ത്, 2 നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം. മറ്റൊരുവൻ്റെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങി ജീവിക്കരുതെന്നാണ് ശരിയായ നിയമം. ആകയാൽ കർത്താവേ, അങ്ങയുടെ ദാസൻ, അങ്ങയുടെ ദാസി ഇതാ കടബാധ്യതയിൽ, ഇല്ലായ്മയിൽ, മറ്റുള്ളവരുടെ മുന്നിൽ പലപ്പോഴും കൈകൾ നീട്ടി പോവുകയാണ്. എനിക്കൊരു വരുമാന മാർഗമില്ല, എനിക്ക് സ്വന്തമായിട്ട് നല്ലൊരു തൊഴിലില്ല, എൻ്റെ തൊഴിലിൽ ഉന്നതിയില്ല, എനിക്ക് നല്ലൊരു ജോലിയില്ല, ജോലിക്ക് നല്ല ശമ്പളമില്ല. കർത്താവ്, എനിക്ക് വരുമാന മാർഗങ്ങളില്ല, എൻ്റെ കൃഷിഭൂമി ഫലരഹിതമാണ്, നല്ല വിളവില്ല, വിളവിന് നല്ല വിലയില്ല. ദൈവമേ, ഇതാ എൻ്റെ സാഹചര്യങ്ങൾ എന്നോട് മല്ലിടുകയാണ്. അങ്ങ് വാഗ്ദാനം ചെയ്ത് അങ്ങ് യേശു വചനം ഇപ്പോൾ എൻ്റെ മേൽ ഇറങ്ങി വരട്ടെ.
എല്ലാ കടങ്ങളും ഒഴിഞ്ഞു പോകട്ടെ. എല്ലാ പട്ടിണിയും വിട്ടു മാറട്ടെ. എല്ലാ ദുരിതങ്ങളും വിട്ടു മാറട്ടെ. കടക്കെണികൾ വിട്ടു മാറട്ടെ. ജപ്തി ഭീഷണികൾ വിട്ടു മാറട്ടെ. അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ആരാധന, ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥനയിലൂടെ സ്ഥാപിച്ച ബെത്സൈദ കുളത്തിലാണ്. ആ കുളത്തിലിറങ്ങിയ വിശ്വാസത്തിൽ ആ കുളത്തിലിറങ്ങിയവർ, ആദ്യം ഇറങ്ങിയവർ, ദൂതൻ കുളമിളക്കി കഴിയുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ആരാണോ ആ രോഗി സൗഖ്യം പ്രാപിക്കുകയാണ്. ആ സൗഖ്യത്തിന് വേണ്ടി അനേകരെ കുരുടരും മുടന്തരും തളർവാദക്കാരെല്ലാം അവിടെ കിടക്കുകയാണ്. ഇന്ന് നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ പിതാവ് നൽകുന്ന സൗജന്യമായ രോഗസൗഖ്യം. അവൻ്റെ മുറിവുകളാൽ എനിക്ക് സൗഖ്യത്തിന് അവകാശമുണ്ട്. അവൻ്റെ വേദനകൾ, അവൻ്റെ ഭാരങ്ങൾ നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് കർത്താവ് ക്ഷതമേൽറ്റത്. അവൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത്. 2 അഭിഷേകങ്ങൾ, ഒന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് നൽകുന്ന സൗഖ്യം, 2 കർത്താവിൻ്റെ തിരുമുറിവുകളിലൂടെ അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന സൗഖ്യം. എല്ലാ ശാരീരിക രോഗങ്ങളും, വിട്ടുമാറാത്ത രോഗപീഠകൾ, ദുർബലമായ ശരീരപ്രകൃതി, മനോരോഗങ്ങൾ, കുടുംബത്തെ വേട്ടയാടുന്ന രോഗങ്ങൾ, തകർച്ചകൾ, എന്തു തന്നെ ആകട്ടെ, ഞങ്ങളെ ഭരിക്കുന്ന ക്യാൻസറസോ ട്യൂമറോ എത്ര വലിയ രോഗമാണെങ്കിലും ഇതിപ്പോൾ നമ്മുടെ സൗഖ്യത്തിൻ്റെ മണിക്കൂറാണ്. കർത്താവിൽ വിശ്വസിക്കാൻ നമുക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആത്മാവും ജീവനുമായ ദൈവത്തിൻ്റെ വചനം, വചനമെന്ന വിശുദ്ധ ജലം, ആ വിശുദ്ധ ജലത്താൽ കഴുകപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. എന്താ വചനം, വിശുദ്ധജലം ഇവിടെ ഒരു വലിയൊരു കിണർ പോലെ, ഒരു കുളം പോലെ രൂപപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വാസത്തിൽ നമുക്ക് കാണാം. ആദ്യമായിട്ട് വരുന്നവര്, വിശ്വസിക്കുന്നവന് എന്തും സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു കാര്യത്തിലാണ് വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതുകൊണ്ടാണ് കനാൻകാരിയുടെ വിശ്വാസം കണ്ട് ഈശോ പറയുകയാണ്, ഇത്രയും വലിയൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. കാരണം അവൾ പറഞ്ഞു, മക്കൾക്ക് കൊടുക്കുന്ന മേശയിൽ നിന്ന് ആർക്കും കൊടുക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, കർത്താവേ, മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് നായ്ക്കൾ വിശപ്പടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈശോയോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. അവളുടെ വിശ്വാസം അവൾക്ക് രക്ഷയായി മാറി. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് വിശ്വസിക്കാം. കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ നിമിഷങ്ങൾ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാം. നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങൾ എത്ര വലുതാണെങ്കിലും ഇത് അവിടുത്തെ സൗഖ്യം നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ നിന്നും പുറപ്പെടുന്ന, അങ്ങിൽ നിറഞ്ഞു നിന്ന, യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന രോഗസൗഖ്യത്തിൻ്റെ അഭിഷേകം ഈ ജനത്തിൻ്റെ മേൽ ഇപ്പോൾ ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ദാസർ ഇവരുടെ മേൽ കൈകൾ വയ്ക്കുമ്പോൾ, ആരെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരിലൂടെ രോഗസൗഖ്യത്തിൻ്റെ അധികാരം ഇറങ്ങി ചെല്ലട്ടെ. നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. പിശാചുക്കളുടെ മേലും അശുദ്ധാത്മാക്കളുടെ മേലും കർത്താവ് യേശുക്രിസ്തു സ്ഫുടനീസ് അഭിഷേകത്തിന് നൽകിയിട്ടുള്ള അധികാരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ നാമത്തിൽ ദാസർ കൈകൾ വയ്ക്കുമ്പോൾ ഇവരുടെ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. അതിപ്പോൾ ഇവരിൽ ആരംഭിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇവർ നിൽക്കുന്ന ഈ സ്ഥലത്ത് കർത്താവേ, അങ്ങയുടെ ആത്മാവും ജീവനുമായ വചനത്തിൻ്റെ അധികാരം ഇവരിലെ രോഗങ്ങളെ എടുത്തു മാറ്റട്ടെ. ജീവനുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. എസെക്കിയേൽ പ്രവചന ഗ്രന്ഥം 37-ാം അധ്യായം നമ്മൾ അത്ഭുതകരമായ രോഗസൗഖ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ രോഗങ്ങൾ, നമുക്ക് എവിടെയാണോ വിടുതൽ ആവശ്യമുള്ളത്, ഈ രോഗങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് വ്യക്തിഗതമായി കർത്താവിൻ്റെ ദാസരെ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് നമ്മളിപ്പോൾ ഈശോയോട് പറഞ്ഞ് ഈശോയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ, സൗഖ്യം ആവശ്യമുള്ളത് എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ കർത്താവിനോട് ഒരു നിമിഷം ഒന്ന് പങ്കുവെക്കുക. എസെക്കിയേൽ പ്രവചന ഗ്രന്ഥം 37-ാം അധ്യായം 1 മുതലുള്ള വചനം. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച്
അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അത് നിങ്ങളുടെ അസ്ഥികളിലും മജ്ജയിലും മാംസപേശികളിൽ നാഡീഞരമ്പുകളിൽ കർത്താവിൻ്റെ സൗഖ്യം ചലിക്കുകയാണ്. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്ക് അറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ചു പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരുകിര ശബ്ദം. വേർപെട്ടു പോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു, ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു, എന്നാൽ അവയ്ക്ക് പ്രാണൻ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. അസ്ഥിയിലും മജ്ജയിലും മാംസപേശികളിലും നാഡീഞരമ്പുകളിലും രക്തത്തുള്ളികളിലും ഉദരത്തിൽ, ആമാശയത്തിൽ, ഗർഭാശയത്തിൽ, വൻകുടലിൽ, ചെറുകുടലിൽ, കിഡ്നിയിൽ, ലിവറിൽ, പ്ലീഹയിൽ, ഓരോ ഗ്ലാൻഡുകളിൽ, പിത്തസഞ്ചിയിൽ, നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങളിൽ, നിങ്ങളുടെ ഹോർമോണുമായി ബന്ധപ്പെട്ട തലങ്ങളിൽ, നിങ്ങളുടെ മാംസപേശികളിൽ, ത്വക്കിൽ, കൈകാലുകളിൽ, കൈകാൽ നഖങ്ങളിൽ, തലമുടി നാരുകളിൽ, തലച്ചോറിലെ തലമുടി നാരുകൾ, തലച്ചോറിലെ കോശങ്ങൾ, ഇരുചെവികളും ക്രാണേന്ദ്രിയവും, അധരവും, നാവ്, വായ്ക്കുള്ളിലെ പുണ്ണ്, അൾസർ, നിങ്ങളുടെ പല്ലുകൾ, നിങ്ങളുടെ ചിന്താശേഷി, നിങ്ങളുടെ അന്തരംഗം, കർത്താവേ, ഹൃദയം, മനസ്സ്, ആത്മാവ്, എവിടെയെല്ലാം നിനക്ക് സൗഖ്യം ആവശ്യമുണ്ടോ, ആത്മീയ, ശാരീരിക, മാനസിക തലങ്ങളിൽ അത്ഭുതകരമായ രോഗസൗഖ്യത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ ചലിക്കുമാറാകട്ടെ. ജീവനുണ്ടാകട്ടെ, സൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇവിടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ നന്ദി, അങ്ങേക്ക് നന്ദി, സ്തോത്രം, അങ്ങേക്കും മഹത്വം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കൈവശ പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു പ്രത്യേകമായൊരു അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. കൈവ പ്രാർത്ഥന നിങ്ങളിലേക്ക് പകരപ്പെടുകയാണ്, വിഷയത്തെ പകരപ്പെടുകയാണ്. Oh